ചൂടാണല്ലേ. എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ 2 വട്ടം ഒന്ന് ആലോചിക്കും. ഞാനും അതെ. അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് കുറച്ച് ആനുകാലികമായിട്ട് പ്രസക്തിയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുകയല്ല, നിങ്ങളും അതിൽ പങ്കെടുക്കുക, അഭിപ്രായങ്ങൾ പറയുക, സംശയങ്ങൾ ചോദിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. അപ്പം ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എത്രയും ഇൻട്രാക്റ്റീവ് ആവില്ല. കുറച്ചുകൂടെ ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ഒരു എന്താ ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടിരുന്നത് സാംക്രമിക രോഗങ്ങൾ വന്നിട്ടാണ്. എന്നുവെച്ചാൽ ഒരു വസൂരി, ക്ഷയം, കോളറ എന്നീ രോഗങ്ങൾ വന്നിട്ടാണ് ഏറ്റവും കൂടുതൽ മരണം. ഒരു ദേശത്ത് ഒരു സാംക്രമിക രോഗം വന്നു കഴിഞ്ഞാൽ ആ ദേശത്തിൻ്റെ ഒരു ജനസംഖ്യയുടെ ഒരു 50-60% ആൾക്കാർ മരിച്ചു പോകും. കാരണം ഈ രോഗങ്ങളെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് ഈ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും മുന്നേറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സാംക്രമിക രോഗങ്ങളെ നമ്മൾ നന്നായിട്ട് അതിജീവിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് നോക്കിയേ, ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് പ്രമേഹം, രക്തധമനി രോഗങ്ങളായിട്ടുള്ള സ്ട്രോക്ക്, ഹൃദയാഘാതം, ശ്വാസകോശ രോഗങ്ങൾ, പിന്നെ ക്യാൻസർ. അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചരമക്കോളം സാധാരണയായിട്ട് എല്ലാവരും നോക്കും. അപ്പോൾ പണ്ടൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ പേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 60-70 വയസ്സ്, 80 വയസ്സ്, 90 വയസ്സൊക്കെ കാണും. പക്ഷെ ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 35, 40, 50 വയസ്സുള്ളവരുടെയൊക്കെ എണ്ണം ഭയങ്കര കൂടുതലാണ്. ഇല്ലേ? നിങ്ങൾ നോക്കാറില്ലേ? ഏറ്റവും നമ്മൾ തന്നെ ഒരു ദിവസം എത്ര വാർത്തകൾ നമ്മുടെ ചുറ്റും തന്നെ കാണുന്നു. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ മരിക്കുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ ഒരു 80-90 വയസ്സ് വരെ ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല. പക്ഷെ ഇപ്പോൾ ഒരു 60 വയസ്സ് വരെ പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്, അല്ലേ? 60 വയസ്സിൽ അസുഖമൊന്നും ഇല്ല എന്ന് പറയുന്നത് വലിയൊരു ക്രെഡിറ്റാണ് നമുക്ക്. 60 വയസ്സല്ല, ഒരു 40 വയസ്സിൽ തന്നെ അസുഖമൊന്നും ഇല്ല എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ രോഗങ്ങൾ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം ഈ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിലവാക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഒരു വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്, കുറേ നമ്മുടെ അഹങ്കാരം കൊണ്ടാണ്, പിന്നെ അലസത കൊണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഇതിനെ പരിഹരിക്കാം? നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രമേഹം എടുക്കുകയാണ്. അപ്പോൾ പ്രമേഹം എന്നുള്ള രോഗം ലോകാരോഗ്യ സംഘടന പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് വേൾഡ് എന്ന് പറയുന്നത് ഇന്ത്യ എന്നാണ് പറയുന്നത്. എന്ന് കഴിഞ്ഞാൽ പ്രമേഹ രോഗികളുടെ തലസ്ഥാനമാണ് ഇന്ത്യ. അതുപോലെ ലോകത്ത് ഓരോ 6 സെക്കൻഡിലും ഒരു പ്രമേഹ രോഗി മരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കണക്കുകൾ പറയുന്നത് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളാണ്. അത് പക്ഷേ 2030 ആവുമ്പോഴേക്കും ഓരോ സെക്കൻഡിലും ഓരോ പ്രമേഹ രോഗി മരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഈ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള മെയിനായിട്ട് ഒരുപാട് ജീവിതശൈലി രോഗങ്ങളുണ്ട്. പ്രമേഹം, രക്തധമനി രോഗങ്ങളായിട്ടുള്ള സ്ട്രോക്ക്, ഹൃദയാഘാതം, ശ്വാസകോശ രോഗങ്ങൾ, പിന്നെ ക്യാൻസർ. ഇത് ഒരു ചെറിയൊരു ക്ലാസിഫിക്കേഷനാണ്. ഇതിനോട് അനുബന്ധമായിട്ട് ഒരുപാട് രോഗങ്ങളുണ്ട്. ലോകത്താകമാനം ഒരു വർഷം 3.5 കോടി ജനങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ കാരണം മരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് വരുന്നൊരു രോഗമാണോ? ആണോ? അല്ല, അല്ലേ? സ്വാഭാവികമായിട്ട് വരുന്നതല്ല. നമ്മളിത് വില കൊടുത്ത് മേടിക്കുന്നതാണ്. എന്നിട്ട് വില കൊടുത്ത് മേടിച്ചിട്ടോ എന്നിട്ട് നമുക്കുള്ളതെല്ലാം ഇതിൻ്റെ ശമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണോ വേണ്ടത്? അല്ലേ? നമ്മൾ ഈ ഒരു രോഗങ്ങൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൈസ ചിലവാക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ? അപ്പോൾ ജീവിതശൈലിയിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇപ്പോൾ ലോകത്ത് തന്നെ ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ കാര്യം നോക്കുക. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കേരള മോഡൽ എന്ന് പറയുന്നത് കോവിഡ് സമയത്ത് ലോക പ്രശസ്തി ആർജിച്ചതാണ് കേരള മോഡൽ. കാരണം നമ്മുടെ ആരോഗ്യ സേവന രംഗം അത്രയും മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ കേരള മോഡൽ നടപ്പിലാക്കാൻ ഒരുപാട് വിദേശത്തു നിന്നൊക്കെ ഓരോ രാജ്യത്തു നിന്നും പ്രതിനിധികൾ വന്ന് ഇത് പഠിക്കുകയുണ്ടായി.
പക്ഷെ കേരളത്തിലെ അവസ്ഥ എന്താ? കേരള മോഡൽ നമുക്കിപ്പോൾ നമ്മുടെ ആരോഗ്യ സേവന മേഖല എന്ന് പറയുന്നത്, നമുക്കുള്ള സംവിധാനങ്ങൾ എന്ന് പറയുന്നത് വികസിത രാജ്യങ്ങളെക്കാളും മേളിലുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. ഇന്ത്യയിലെന്നല്ല, കേരളത്തിലുണ്ട്. പക്ഷേ വേറൊരു സൈഡിൽ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഹൃദയരോഗവും ഹൃദയാഘാതവും ആത്മഹത്യയും ഈ മദ്യം മയക്കുമരുന്ന് ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും ഒക്കെ ലോകത്തുള്ള വേറെ ഏത് രാജ്യങ്ങളെക്കാളും മേളിലാണ് ഇതുകൊണ്ടുള്ള മരണങ്ങളും പ്രശ്നങ്ങളും. അപ്പോൾ ഇത് പരിഹരിക്കാൻ പറ്റാത്തതല്ല, പരിഹരിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇതിനുള്ളൊരു ഞാൻ ആൾക്കാരുടെ അറിവില്ലായ്മ തന്നെയാണ്. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അറിവുണ്ടാക്കുക, ഈ രോഗങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു അവബോധം ഉണ്ടാക്കുക, ഇതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഒരു വാർത്ത എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് ഒരുപാട് പാർശ്വഫലങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു പേടി തോന്നിയല്ലേ? എല്ലാവർക്കും പേടി തോന്നിയില്ലേ അത് വായിച്ചപ്പോൾ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ പലരും ശരിക്കും താല്പര്യം ഉണ്ടായിട്ട് വാക്സിൻ എടുത്തവർ വളരെ കുറവാണ്. നിർബന്ധിച്ച് പേടിപ്പിച്ച് അല്ലെങ്കിൽ പുറത്തിറങ്ങണമെങ്കിൽ, നിങ്ങൾ ബസ്സിൽ കയറണമെങ്കിൽ, ട്രെയിനിൽ കയറണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും വാക്സിൻ എടുത്തത്. ഒരു 70% പേരും അങ്ങനെയാണ് വാക്സിൻ എടുക്കുക. ഞാനുൾപ്പെടെ എനിക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ വാക്സിൻ എടുക്കാതെ ക്ലിനിക്ക് തുറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനും വാക്സിൻ എടുത്തത്. അപ്പോൾ ഈ വാക്സിൻ വന്ന സമയത്ത് നമ്മുടെ ഡോക്ടർമാരും ആരോഗ്യ മേഖലയിലുള്ള ഒരുപാട് പ്രവർത്തകരും ഇതിൻ്റെ സുരക്ഷയെപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിന് വലിയ പ്രാധാന്യം കിട്ടിയോന്ന് വെച്ചാൽ പ്രാധാന്യം കിട്ടിയിട്ടുണ്ടെങ്കിലും അവരുദ്ദേശിച്ച കാര്യമൊന്നും നടപ്പിലായില്ല. ഒരുപാട് പേർക്ക് വാക്സിൻ എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പോഴുണ്ട് നമുക്കൊരു വല്ലാത്തൊരു ഭയം ഉണ്ടായി അല്ലേ? പക്ഷേ ഈ ഭയത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ഇതുപോലെ വന്നൊരു വേറൊരു വാർത്തയാണ് ഒരു ഫെബ്രുവരി സമയത്ത് പൂനം പാണ്ഡെ എന്ന് പറയുന്നൊരു മോഡല്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിരുന്നോ? സെർവൈക്കൽ ക്യാൻസർ വന്ന് മരിച്ചു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അധികം പത്രത്തിലും വന്നിട്ടില്ല, ടി വിയിൽ അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടോന്ന് അറിയില്ല. പക്ഷെ ഓൺലൈൻ മാധ്യമങ്ങളിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു അത്. എന്നുവെച്ചാൽ അവർക്കൊരു 32-33 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവർ സെർവൈക്കൽ ക്യാൻസർ വന്ന് മരിച്ചു. അപ്പോൾ അതിനടുത്ത ദിവസങ്ങളിൽ ഈ സെർവൈക്കൽ ക്യാൻസറിൻ്റെ കുറിച്ചുള്ള വാർത്തകളാണ് കൂടുതൽ വന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ സെർവൈക്കൽ ക്യാൻസറിന് വാക്സിൻ ഉണ്ട് എന്നുള്ള വാർത്തകളും അതിനെപ്പറ്റിയുള്ള ഒരുപാട് ഡോക്ടർമാരുടെ ലേഖനങ്ങളും വാക്സിൻ എടുക്കേണ്ട ആവശ്യതയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വാർത്ത വന്നു, ഈ മോഡൽ മരിച്ചിട്ടില്ല. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ഞാൻ മരിച്ചിട്ടില്ല, സെർവൈക്കൽ ക്യാൻസറിനെ പറ്റി ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് വ്യാജമായിട്ട് കൊടുത്തൊരു വാർത്തയാണ്. അപ്പോൾ ശരിക്കും ആ ഒരു വാർത്ത ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കിയ ആശങ്കയും ഭയം എന്ന് പറയുന്നത് വളരെ വലുതാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. എനിക്ക് മനസ്സിലാവും, കാരണം ഇതിനെപ്പറ്റി ഒരുപാട് വാർത്തകൾ വായിച്ചപ്പോൾ എനിക്കും ചെറിയൊരു പേടിയൊക്കെ തോന്നിയായിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സ് എന്നെ അടുത്ത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമുക്ക് ഹൈ പ്രൊഫൈൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ്, അങ്ങനെ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ഇതിൻ്റെ വാക്സിനെ പറ്റി ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ വാക്സിൻ എടുത്തവരും ഉണ്ടായിരുന്നു, ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വാക്സിൻ എടുത്തവരും ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ പലപ്പോഴും ഈ വാർത്തകളും പരസ്യങ്ങളും ഒക്കെ ആവശ്യമില്ലാത്തൊരു ഉത്കണ്ഠയും ഭയവുമാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും നമുക്കൊരു ഭയം ഉണ്ടാക്കിയ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ അത് പോസിബിൾ അല്ല, നമുക്കൊരു നല്ലൊരു കാര്യമല്ല. കാരണം നമ്മൾ ഒരിക്കലും ഭയം ഉണ്ടാക്കിയല്ല നമ്മൾ ബോധവൽക്കരിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് നമുക്ക് അതിനെപ്പറ്റിയുള്ള അറിവാണ് വേണ്ടത്. ഭയം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിൽ പറയുന്നുണ്ട്, നമ്മൾ മാനസികമായിട്ട് നമ്മളൊരു അസുഖത്തെ ഭയപ്പെടുമ്പോൾ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു കാരണം നമ്മൾ ഉള്ളിൽ തന്നെ ഉണ്ടായ അസുഖം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഇപ്പം നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും. അപ്പം ഒരു ശാസ്ത്രമല്ല, മാനസികമായിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ എഴുതുന്നുണ്ട്. കാരണം നമ്മൾ ഈ മെഡിസിൻ്റെ ട്രയലൊക്കെ നടക്കുമല്ലോ, നമ്മളിപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ള ഇപ്പോൾ പാരസെറ്റമോൾ ഉൾപ്പെടെ നമ്മൾ കഴിക്കുന്ന എല്ലാ ആൻറ്റിബയോട്ടിക്സും അങ്ങനെയുള്ള മെഡിസിൻസ് എല്ലാം മെഡിക്കൽ ട്രയൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ രോഗികൾക്ക് അത് കൊടുക്കുന്നത്. 5-10 വർഷമൊക്കെ ക്ലിനിക്കൽ ട്രയൽ നടത്തും. മിനിമം ഒരു 5 വർഷമൊക്കെ ക്ലിനിക്കൽ ട്രയൽ നടത്തിയിട്ടാണ് വരുന്നത്.
അപ്പോൾ ഇതിനകത്ത് അസുഖമുള്ള ഒരു ഗ്രൂപ്പും അസുഖമില്ലാത്ത ഗ്രൂപ്പും പിന്നെ അങ്ങനെ 2-3 ഗ്രൂപ്പായിട്ട് തിരിച്ചാണ് ഈ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം ഈ മരുന്ന് എലികൾക്ക് കൊടുക്കും. അസുഖം ഉണ്ടാക്കിയിട്ട്, അസുഖം എന്ന് പറഞ്ഞാൽ ഈ ആൽബിനോ റാറ്റ്സ് എന്ന് പറഞ്ഞാൽ വെള്ള എലികളിൽ നമ്മൾ ഈ അസുഖം ഉണ്ടാക്കും. അസുഖം ഉണ്ടാക്കിയിട്ട് ആ മരുന്ന് എലികളിൽ കൊടുത്തിട്ട് അവരെ ടെസ്റ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഈ എലികളുടെ ബ്ലഡും അത് കഴിഞ്ഞിട്ട് അത് ഈ എലികളെ കൊന്നിട്ട് അവരുടെ ശരീരം പരിശോധിച്ച് അങ്ങനെ ഒരുപാട് ട്രയൽ കഴിഞ്ഞിട്ടാണ് മനുഷ്യരിൽ ഈ മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന മനുഷ്യരിൽ ഈ മെഡിക്കൽ ട്രയൽ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്ന സമയത്ത് പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. ഏജ് വെച്ചും അവരുടെ രോഗത്തിൻ്റെ അവസ്ഥ വെച്ചിട്ടും പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. അപ്പോൾ അതിലൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പ്ലാസിബോ ഒരു ഗ്രൂപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ അവരോട് പറയും, നിങ്ങൾക്ക് ഈ മെഡിസിൻ നിങ്ങൾക്ക് ഈ അസുഖത്തിന് തരുന്നതാണ്, അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുമെന്ന് എല്ലാവരോടും അങ്ങനെ പറയും. പക്ഷേ ഈ പ്ലാസിബോ എന്ന് പറയുന്ന ഗ്രൂപ്പിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ കൊടുക്കില്ല. അവരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ അസുഖത്തിനുള്ള മരുന്നാണ് തരുന്നതെന്ന്. അപ്പോൾ എന്താ പറയുക, ഇതിലൊരു 50 കുറേ പേർക്ക് രോഗം മാറും. കാരണം എന്താ, അവർ വിശ്വസിക്കുകയാണ് നമ്മൾ മെഡിസിൻ കഴിക്കുകയാണ്, നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള അസുഖത്തിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കുകയാണെന്ന് അവരെ വിശ്വസിപ്പിക്കുമ്പോൾ കുറേ പേർക്ക് അസുഖം മാറും. അപ്പോൾ ശരിക്കും നമ്മുടെ വിശ്വാസവും നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾക്കും ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടെന്ന് ആധുനിക ലോകവും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭയവും ആശങ്കയൊക്കെ ഉണ്ടാക്കുന്നത് ഓരോ അസുഖങ്ങളെ പറ്റി ഇങ്ങനെയുള്ള ബോധവൽക്കരണം ശരിക്കും ആവശ്യമുള്ളതാണോ? അല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ സീരിയസ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവാം. അപ്പോൾ നമുക്ക് വേണ്ടത് ആരോഗ്യത്തെ പറ്റിയും നമ്മുടെ ജീവിത ശൈലിയെ പറ്റിയും ഈ രോഗങ്ങളെ പറ്റിയും ഒക്കെ കൃത്യമായിട്ടുള്ളൊരു അറിവാണ് ആവശ്യം, ഒരു അവബോധമാണ് ആവശ്യം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയും ആരോഗ്യവും ജീവിതശൈലി രോഗനിവാരണമാണ്. അപ്പോൾ അതിൽ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ലോകാരോഗ്യ സംഘടന പറയുന്നത് മാനസികവും ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ളൊരു സൗഖ്യത്തിനെയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൻ്റെ മാത്രമല്ല, മനസ്സിൻ്റെ മാത്രമല്ല, നമ്മുടെ സാമൂഹികമായിട്ടുള്ള കാരണങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശാരീരികവും മാനസികവും സാമൂഹികമായിട്ടുള്ള ഈ കാര്യങ്ങളെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മൾ ഡെയിലി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, നമുക്ക് ആരോഗ്യത്തിന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യത്തത് ഒരു 5-6 കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് ശാരീരികമായിട്ട് നമ്മൾ ഈ സാമൂഹികമായിട്ട് നമ്മൾ ഈ പ്രകൃതിയുമായിട്ട് ഏറ്റവും ഇണങ്ങി ജീവിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സൂര്യപ്രകാശം നമ്മളെ കൊള്ളണം എല്ലാ ദിവസവും. എന്താ ഞാൻ പറയുന്നത്, രാവിലെ ഇന്നത്തെ ഈ 10 മണി തൊട്ട് 3 മണിയോളം വെയിൽ കൊണ്ട് കരിഞ്ഞു പോകാന്നുള്ളതല്ല. നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന രാവിലെയുള്ള ചെറിയ സൂര്യപ്രകാശം, അതൊരിക്കലും എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നമുക്ക് ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതായിരിക്കണം. ഇപ്പോൾ ചെറിയ ഒരു വെയിൽ, കുറച്ച് നേരം വെയിൽ കൊണ്ട് നടക്കുമോ, അങ്ങനെ എന്തെങ്കിലും, വലിയ വെയിലൊന്നും കൊണ്ട് സൺബേൺ ഒന്നും ഉണ്ടാക്കരുത് അത്. അപ്പോൾ അതിന് പ്രാധാന്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ വന്നപ്പോൾ എല്ലാവരും വീട്ടിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങില്ല, കുട്ടികളെ ഒന്നും പുറത്തിറക്കിയില്ല. നമ്മൾ വീട്ടിനകത്ത് ജനലും വാതിലെല്ലാം പൂട്ടി വീട്ടിനകത്ത് തന്നെ ഇരുന്നു അല്ലേ, TV ഒക്കെ കണ്ട് സുഖിച്ച്. എന്നാൽ ബുദ്ധിമുട്ടാണെങ്കിലും കോവിഡിനെ പേടിച്ച് നമ്മളെല്ലാം ഒരു സൈഡിലിരുന്നു അല്ലേ. അപ്പോൾ ഇത് കോവിഡൊക്കെ കഴിഞ്ഞ് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിലാണെങ്കിലും കുറച്ച് കുട്ടികളും കുറച്ച് അമ്മമാർ, വലിയ പ്രായമില്ലാത്ത അമ്മമാരെന്ന് പറഞ്ഞാൽ 2-3 വയസ്സുള്ള കുട്ടികളുള്ള അമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പാല് കൊടുക്കുന്നവരൊക്കെ വന്നു. അവർക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവേദന, കാലുവേദന, മുട്ടിന് താഴോട്ട് വേദന, മുട്ടുവേദന. എന്നാൽ ഇവർക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല. കുട്ടികൾ 1-2 പേര് ഡയറക്റ്റ്ലി അല്ല, ഫ്രണ്ട്സിൻ്റെ ചില കുട്ടികളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടിക്ക് വയ്യ, കാലുവേദന കൈവേദനയൊക്കെ ഉണ്ട്, എന്താ കാര്യം എന്നറിയില്ല, എന്നാൽ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആദ്യം പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലും കാലിനും ബലം കൊടുക്കുന്ന എല്ലുകൾക്ക് വേദന ഉണ്ടാക്കുന്നത് കാൽഷ്യം കുറയുന്നതുകൊണ്ടാണ്.
അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് പറയും കാൽഷ്യം കുറയുന്നതുകൊണ്ടാണ്. പിന്നെ വളരുന്ന കുട്ടികൾക്കാണെങ്കിൽ ഈ ഗ്രോയിങ് പെയിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 8-9 വയസ്സായിട്ടുള്ള കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലിനൊക്കെ ചെറിയ വേദന ഉണ്ട്. എന്നാൽ എല്ലുകൾ വളരുമ്പോൾ ചെറിയ വേദനയുണ്ട്. അത് സ്വാഭാവികമായിട്ട്, അത് ഫിസിയോളജിക്കലാണ്, പാത്തോളജി അല്ല. അപ്പം അങ്ങനത്തെ പെയിൻ ഉണ്ട്. അപ്പം അതല്ല ശരിക്കും, അല്ലാതെയുള്ള പെയിനാണ്. ഈ അമ്മമാർക്കും ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ ഡീഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. ഒരു കൊളസ്ട്രോൾ ഒരു അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് ഈ സൂര്യപ്രകാശം അടിക്കുമ്പോൾ പ്രീ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു കണ്ടൻ്റ് ആയി ഉണ്ടാക്കും. അത് പിന്നെ വൈറ്റമിൻ D3 ആവും. അപ്പോൾ ഈ വൈറ്റമിൻ D3 എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിലേ, ഇല്ലെങ്കിൽ ഇനി വൈറ്റമിൻ D3 കുറവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാൽഷ്യത്തിൻ്റെ ഒരു 10 മുതൽ 15% മാത്രമേ അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. അപ്പം മനുഷ്യ ശരീരത്തിന് ഒരു ദിവസം 1200 മില്ലിഗ്രാം കാൽഷ്യം ആവശ്യമാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു 10, ഈ വൈറ്റമിൻ D3 കുറയുന്നതുകൊണ്ട് ഒരു 10-15% മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ കാൽഷ്യം കുറയും, സ്വാഭാവികമായിട്ടും വേദന ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും ആ സമയത്ത് അതുകൊണ്ട് ഇങ്ങോട്ട് വരെ ഈ വൈറ്റമിൻ D3യുടെ ടാബ്ലറ്റ്സ് വരും. ഇപ്പം ഇവിടെ ഇത് അത്ര എന്താ പറയുക, ആൾക്കാർ ചെയ്യുന്ന കാര്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെയൊക്കെ ഒത്തിരി പേര് അവർ തന്നെ പോയിട്ട് വൈറ്റമിൻ D3യും മൾട്ടി വൈറ്റമിനൊക്കെ മേടിച്ച് കഴിക്കുന്നവരുണ്ട്. അപകടമാണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. കാരണം ഇത് ഓവർഡോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒരുപാട്, ഈ വൈറ്റമിൻ D3ൻ്റെ ടോക്സിസിറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓവർഡോസ് ആവാനും പാടില്ല. അപ്പോൾ അത് ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രം കഴിക്കുക. പക്ഷേ നമ്മൾ അല്ലാണ്ട് ഈ വെയിൽ കൊള്ളുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് ഈ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ അതല്ല ഏറ്റവും നല്ലത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഈ പറയുന്ന പോലെ വൈറ്റമിൻസ് ഒക്കെ ശരീരത്തിൽ കുറവാണെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് അത് നമ്മൾ പുറമേ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിൻ്റെ ഇതെന്താ പറയുക, ആഗിരണം ഉണ്ടാവാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം. ഒരു ദിവസം ഒരു 9 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. അപ്പോൾ 9 ഗ്ലാസ് എന്ന് പറയുന്നത് ഓരോരുത്തർ ചെയ്യുന്ന ജോലിയും അവരുടെ ശാരീരിക പ്രകൃതിയും, ഇതിപ്പോൾ AC റൂമിൽ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണല്ലോ, അതനുസരിച്ച് വ്യത്യാസപ്പെടും. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം കുടിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരം ഈ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര, ഇത് നമ്മൾ നന്നായിട്ട് ഒഴിവാക്കണം. എന്നുവെച്ചാൽ കൊഴുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊഴുപ്പൊക്കെ ആവശ്യമുള്ളതാണ്. പക്ഷേ അമിതമായിട്ടുള്ള കൊഴുപ്പുള്ള ആഹാരങ്ങൾ, ഉപ്പ് നല്ലോണം കുറയ്ക്കണം, പഞ്ചസാര നമുക്ക് അധികം ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ഇതൊക്കെ നല്ലോണം കുറച്ച് വേണം നമ്മൾ ആഹാരം കഴിക്കാം. ആഹാരത്തെ പറ്റി പറയുകയാണെങ്കിൽ ജീവിതശൈലിയുടെ ഒരു 80-90% ആഹാരങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അത് ഒരുപാടുണ്ട്. അത് നമുക്ക് പതിയെ കുറച്ചായിട്ട് പറയാം. അപ്പോൾ അതിൽ വളരെ ഇത് ഷോർട്ടായിട്ട് പറഞ്ഞാൽ കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര, ഇത് 3 നല്ലോണം കുറയ്ക്കുക. ഇനി ഇത് ശാരീരികമായിട്ടുള്ള 3 കാര്യങ്ങൾ. പിന്നെ ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം, ഉറക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധിക പേര് രാത്രിയൊക്കെ ആകുമ്പോൾ സീരിയലൊക്കെ കണ്ട് മൊബൈലൊക്കെ നോക്കി കിടക്കുമ്പോൾ ഒരു 10-11 മണിയാവും. പിന്നെ രാവിലെ ഒരു 4-5 മണിയാകുമ്പോൾ എങ്ങനെയെങ്കിലും എണീക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എണീക്കുന്നവരാണ്. അപ്പം നമ്മൾ ഉറക്കം എത്ര മണിക്കൂറായി? 5-5.5 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുള്ളൂ. പക്ഷേ സ്ത്രീകളാണെങ്കിൽ 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് വിശ്രമം ആവശ്യമാണ് ശരീരത്തിന്. അപ്പോൾ 6 മുതൽ 8 മണിക്കൂർ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോലെ വിശ്രമം വേണം. പിന്നെ അടുത്തത് വ്യായാമമാണ്. അപ്പോൾ വ്യായാമത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ ആഹാരം പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് വ്യായാമം എന്ന് പറയുന്നത്. അപ്പോൾ വ്യായാമം എന്ന് പറയുന്നത് അത് നമുക്ക് എന്താ പറയുക, ജനറലി പറയാൻ പറ്റില്ല. ശരിക്കും ഇതെല്ലാം വ്യായാമമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും വ്യക്തിഗതമാണ്. ഓരോരുത്തർക്കും ഇപ്പോൾ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന 3 അമ്മമാരുണ്ടെങ്കിൽ ഈ 3 അമ്മമാർക്കും 3 രീതിയിലായിരിക്കും വ്യായാമം ആവശ്യമുള്ളത്. ഇവർക്ക് 3 പേർക്കും ഒരുപോലെ വ്യായാമം ആവശ്യമില്ല. അപ്പോൾ 3 പേർക്കും അവർ കഴിക്കുന്ന ആഹാരം, അവരുടെ ജീവിതചര്യ, അവർ ചെയ്യുന്ന ജോലികൾ അനുസരിച്ചുള്ള വ്യായാമം ആവശ്യമുള്ളൂ. ഇപ്പോൾ 1 മണിക്കൂർ പോയി ജിമ്മിൽ പോയി വിയർത്ത് കുളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ഒരുപാട് ഊർജ്ജമൊക്കെ കിട്ടി ജിമ്മിൽ പോയി കട്ടക്ക് പണിയെടുക്കുന്നവരുണ്ട്. പക്ഷെ അത്രയും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഒരു കോവിഡിന് ശേഷം ഇത് വളരെ സാധാരണമായിട്ടുള്ളൊരു വാർത്തയായിട്ട് നമ്മൾ ഈ വാട്സപ്പൊക്കെ എടുക്കുമ്പോൾ ജിമ്മിൽ ട്രെഡ്മില്ലിൽ നടക്കുന്നവർ അന്നേരം കുഴഞ്ഞു വീണ് മരിക്കുകയാണ്.
ഒരുപാട് പേര് അല്ലേ, ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണം ഒരുപാട് കൂടുതലാണ്. അപ്പം അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം നമ്മുടെ ശരീരത്തിൻ്റെ എന്താ പറയുക കപ്പാസിറ്റിയെക്കാളും കൂടുതൽ വ്യായാമം ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ മസിൽസിൻ്റെ നമ്മുടെ ഹൃദയത്തിന് ശരിക്കും ഓവർ സ്ട്രെയിൻ ആണ്. അപ്പോൾ ചെറിയൊരു ആഘാതം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചു നിർത്താനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ഹൃദയത്തിന് നഷ്ടപ്പെടുമ്പോഴാണ് ചിലപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ ഉടനെ മരിച്ചു പോകുന്നത്. എന്നാൽ ആശുപത്രി കൊണ്ടുപോകാനുള്ള ഒരു ഗ്യാപ്പ് പോലും കിട്ടത്തില്ല അല്ലേ, പലപ്പോഴും വീണ് മരിക്കുകയാണ്. കാരണം അത്രയും അവർ വ്യായാമം അതിയായി ചെയ്തു കഴിഞ്ഞാലും അത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ടും അങ്ങനെ സംഭവിക്കും. അപ്പോൾ വ്യായാമം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് നമുക്ക് വളരെ ആയാസം ഉണ്ടാക്കാത്ത രീതിയിൽ വേണം വ്യായാമം ചെയ്യാൻ. ശരിക്കും സ്ത്രീകളും നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വ്യായാമം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാന്നൊക്കെ പറയും, നമ്മൾ കൈയൊക്കെ ഒന്ന് നിവർത്തുക എന്ന് പറയില്ലേ. അപ്പോൾ സ്ട്രെച്ചിങ്, അപ്പോൾ എവിടെയെങ്കിലും യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്ട്രെച്ചിങ് എക്സസൈസസ് കാണും. നമ്മൾ കഴുത്ത് തൊട്ട് കാല് വരെയുള്ള ചെറുതായിട്ട് വാമപ്പ് ഒക്കെ ചെയ്തിട്ട് എല്ലാ സ്ത്രീകളും ഒരു 15-20 മിനിറ്റ് രാവിലെ നിങ്ങൾ എല്ലാ ജോലിയും ചെയ്യുന്നതിന് മുമ്പായിട്ട് രാവിലെ എണീറ്റ ഉടനെ ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും എല്ലാ ജോലിയും തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ഫ്രഷായിട്ട് ഒരു 15 മിനിറ്റ് നിങ്ങളൊന്ന് സ്ട്രെച്ചിങ് എക്സസൈസ് അല്ലെങ്കിൽ ഒരു വാമപ്പ് പോലെ എല്ലാ ജോയിൻസും ഒന്ന് അനക്കി കൊടുത്തു നോക്ക്. ഭയങ്കര മാറ്റം വരും. നിങ്ങളുടെ മാനസികാവസ്ഥയിലും ശാരീരികാവസ്ഥയിലും വളരെ മാറ്റം വരും. പിന്നെ ഈ പറയുന്ന പോലെ ഇതും നാലും ഈ പറഞ്ഞ ഈ ഉറക്കം, വ്യായാമം, ഭക്ഷണം, സൂര്യപ്രകാശം, ഇതെല്ലാം നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മാനസികമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമുള്ളത്. നിങ്ങൾ ഉറക്കം ഉണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള ആരോഗ്യം വളരെ കുറയും. അതുപോലെ തന്നെ വ്യായാമം ഉണ്ടെങ്കിൽ മാനസികാരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമുക്ക് ഇപ്പോൾ മാനസികാരോഗ്യത്തിന് ഏറ്റവും ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തോടും നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശരിക്കും ഉറക്കവും വ്യായാമവും വളരെ അത്യാവശ്യമാണ്. നിങ്ങളിപ്പോൾ ചെയ്യാത്തവരാണ്, നിങ്ങൾ ഒരു വ്യായാമം ചെയ്യുന്നില്ല, രാവിലെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഒരു 15 മിനിറ്റ് ഒന്ന് ചെയ്ത് നോക്ക്, നല്ല വ്യത്യാസം വരും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനസികമായിട്ടുള്ളതിൽ ഈ ആത്മവിശ്വാസവും സമാധാനമായിട്ടുള്ള ഇരിക്കുന്നത്. സാമൂഹികമായിട്ടുള്ളതിൽ നമുക്ക് എപ്പോഴും വേണ്ടത് നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ്. അപ്പം നല്ല സുഹൃത്ത് ബന്ധങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ മദ്യപാനം, പുകവലിയൊക്കെ ശരിക്കും ഒരു എന്താ പറയുക ഒരു തമാശയായിട്ട് ഒരു സുഹൃത്തുക്കളുടെ ഇടയിൽ തുടങ്ങിയിട്ട് പിന്നെ ഒരു അഡിക്ഷനായിട്ട് മാറുന്ന ഒരു കാര്യമാണ് ഈ മദ്യപാനം, പുകവലി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ അവസാനത്തെ കാര്യം നല്ല സുഹൃത്ത് വലയം സാമൂഹികമായിട്ടുള്ള ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയേണ്ട ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മൾ പാലിക്കേണ്ട ഒരു 6-7 കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും പാലിച്ചെങ്കിൽ നമുക്ക് വളരെ ആരോഗ്യത്തോടെ ഇരിക്കാം. ഇനി നമുക്ക് നമ്മുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ. എങ്ങനെ ഈ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് ഉണ്ടാവുന്നു? ഇപ്പോൾ നമ്മൾ എങ്ങനെ ഈ രോഗങ്ങൾ നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയുള്ള വ്യത്യാസം, ഇപ്പോൾ ആഹാരം, ഈ വ്യായാമക്കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള വ്യത്യാസം കൊണ്ട് തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് എങ്ങനെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നു എന്ന് നമുക്ക് ചെറിയ ഒരു ഉദാഹരണം പോലെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുട്ടികളിൽ വളരെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കുട്ടികളിലെ ജീവിതശൈലി രോഗങ്ങൾ വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമുക്ക് ഒരു അമ്മയിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ ഗർഭിണിയായിട്ടുള്ളൊരമ്മ, അപ്പോൾ ആ ഗർഭിണിയായിട്ടുള്ളൊരു അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഇപ്പോൾ 5 മാസം കഴിഞ്ഞ് 6ാമത്തെ മാസം, പലപ്പോഴും 5 മാസത്തിലായിരിക്കും നേരത്തെ പ്രമേഹം ഇല്ലാത്തവരിൽ 5 മാസമൊക്കെ തുടങ്ങുന്ന സമയമായിരിക്കും പ്രമേഹം കണ്ടുപിടിക്കുന്നത്. ചിലരിലൊക്കെ തുടക്കം മുതലേ തന്നെ പ്രമേഹം വരാറുണ്ട്. എന്ത് തന്നെയില്ല, തുടക്കത്തിലോ അല്ലെങ്കിൽ ഒരു 5ാം മാസത്തിലോ ഈ പറയുന്ന ഗർഭാവസ്ഥയിലുള്ള പ്രമേഹമുള്ള ഒരു സ്ത്രീയും. അപ്പോൾ അവർക്ക് നമുക്ക് ഇപ്പോഴുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗർഭാവസ്ഥയിലുള്ള പ്രമേഹം. കാരണം കുഞ്ഞിന് അബോർഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, കുഞ്ഞിന് വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അമ്മയ്ക്ക് കോംപ്ലിക്കേഷൻസും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് ഗർഭാവസ്ഥയിലുള്ള പ്രമേഹം. അപ്പോൾ അതിന് ആകെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആഹാരം നിയന്ത്രിച്ച് ഇൻസുലിനാണ് ശരിക്കും ട്രീറ്റ്മെൻറ്റ്. ഇവർ എന്നോട്ട് പ്രസവിക്കുന്ന നിമിഷം വരെ അവർക്ക് ഇൻസുലിനാണ് കൊടുക്കുന്നത്. കാരണം ഗർഭാവസ്ഥയിൽ വേറെ നമുക്ക് ഉള്ളിൽ കഴിക്കാവുന്ന മരുന്നുകൾ അധികം പ്രായോഗികമല്ല, അതിനൊരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ കുട്ടിക്ക്
ഈ അമ്മയ്ക്ക് പ്രമേഹമുണ്ട്, ഇൻസുലിൻ എടുക്കുന്നെങ്കിൽ പോലും ഈ ബ്ലഡ് ഷുഗറിൽ വേരിയേഷൻസ് വരും, കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. നമ്മൾ കഴിക്കുന്നതൊക്കെ ഒന്ന് അവരുടെ മാനസിക സമ്മർദ്ദം കൊണ്ട്, രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസ്ഥയിൽ ഒരുപാട് ആഹാരങ്ങളിൽ കഴിക്കാൻ തോന്നുന്ന ആഗ്രഹമൊക്കെ കൊണ്ട് ചെറിയ മധുരമൊക്കെ കഴിക്കുമ്പോൾ വേരിയേഷൻസ് വരും. അപ്പോൾ ഈ കുട്ടിക്ക് ഗർഭാവസ്ഥയിൽ വെച്ച് അത് ഒരുപാട് അതിൻ്റെ ശരീരം ഒരുപാട് ഗ്ലൂക്കോസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ആ ഗർഭാവസ്ഥയിൽ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ ശരീരത്തിൽ പാൻക്രിയാസ് ഓവർ ആക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഇനി ഈ കുട്ടി പ്രസവിച്ചു കഴിയുമ്പോൾ ഉള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞാൽ തന്നെ പലരും ബ്രസ്റ്റ് മിൽക്കിൻ്റെ സപ്ലിമെൻറ്റ്സ് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തു കഴിഞ്ഞാൽ സപ്ലിമെൻറ്റ്സ് പല ഡോക്ടേഴ്സും പറയാറുണ്ട് അല്ലേ. നാന് അങ്ങനെയുള്ള ഒരുപാട് പൊടികളില്ലേ. ഇപ്പോൾ പലരും ഈ രാത്രിയിലൊക്കെ കുട്ടികൾക്ക് പാല് കൊടുത്തു കഴിഞ്ഞാലും നാനൊക്കെ കലക്കി ഒരു ബോട്ടിൽ സൈഡിൽ വെച്ചേക്കും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ, ഈ ഒരു മാസത്തിനിടയിൽ ഒരു വലിയൊരു വാർത്ത വന്നിരുന്നു ഇതിനെപ്പറ്റി? ശ്രദ്ധിച്ചിരുന്നോ? ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? നമ്മൾ ഈ ബ്രസ്റ്റ് മിൽക്കിൻ്റെ സപ്ലിമെൻ്റ് ഉൾപ്പെടെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സെറിലാക്ക് ഇതുപോലുള്ള പൊടികളിൽ പഞ്ചസാര വളരെ കൂടുതലാണ്. എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മൾ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നമ്മൾ ഈ പറയുന്ന പഞ്ചസാര ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല. പക്ഷേ ഈ പറയുന്ന ബ്രസ്റ്റ് സപ്ലിമെൻറ്റ്സിനും ഈ പറയുന്ന ഈ സെറിലാക്ക് പോലുള്ള ബേബി ഫുഡ്സിലും പ്രോസസ്സ് ചെയ്തേക്കുന്നത് ഒരുപാട് എക്സസ് ഷുഗർ പ്രോസസ്സ് ചെയ്താണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് അടുത്ത് തന്നെ ഈ നെസ്ലയുടെയൊക്കെ പൊടികൾ നിരോധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ കഴിക്കുന്ന കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ അമ്മമാർക്ക് പാലില്ല, ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്ന കുട്ടികൾ 2 വയസ്സാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല വണ്ണമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രൂപമായിരിക്കും. കുട്ടികളൊക്കെ കുറച്ച് വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ നല്ല ആൾക്കാർക്ക് എടുക്കാനൊക്കെ വലിയ താല്പര്യമായിരിക്കും. പക്ഷെ ഒട്ടും ആരോഗ്യമല്ല. അവരുടെ ആരോഗ്യം വളരെ കുറവായിരിക്കും. കാരണം ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് എക്സസ് ആയിട്ട് ഫാറ്റ് ഉണ്ടാവുകയാണ് ബോഡിയിൽ. ഈ ഓവർ ഷുഗർ ചെല്ലുന്ന സമയത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ചെറിയ പ്രായം തൊട്ട് അപ്പോൾ ഈ കുട്ടികൾ ജീവിതശൈലി രോഗങ്ങൾ ആ ഒരു ചെറിയ ശൈശവം തൊട്ട് അവർക്ക് തുടങ്ങുകയാണ്. പിന്നെ അങ്ങോട്ട് ആലോചിച്ച് നോക്കിയേ, ഈ ചെറിയ കുട്ടികൾ വളർന്നു വരികയാണ്. ഈ ചെറിയ കുട്ടികൾ ഇപ്പോഴുള്ള നമ്മൾ പണ്ടൊക്കെ ഈ ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു, നമ്മളെല്ലാവരും ന്യൂക്ലിയർ ഫാമിലികൾ അംഗങ്ങളാണ്. അപ്പോൾ പണ്ടൊക്കെ ഈ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പൂപ്പനും അമ്മുമ്മയും മാമനും മാമിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആരുമില്ല. അപ്പോൾ ഈ ഒറ്റയ്ക്ക് ഈ അമ്മ മാനേജ് ചെയ്യുമ്പോൾ അമ്മ ഈ കുഞ്ഞിനെ എന്താ പറയുക, കരയിക്കാതിരിക്കാനും ഒക്കെ ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്ന TV, രണ്ടാമത് ഡിപ്പെൻഡ് ചെയ്യുന്ന മൊബൈൽ അല്ലേ. മൊബൈൽ കണ്ടാലേ മോൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ. മൊബൈൽ വെച്ച് കൊടുക്കാൻ ആ കൊച്ചു ഭക്ഷണം കഴിക്കത്തില്ല. അമ്മമാരെന്തോ ക്രെഡിറ്റ് പോലെയാണ് പറയുന്നത്. മൊബൈൽ കണ്ടാൽ ഈ പിള്ളേർക്ക് അറിയാവുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒന്നും നമുക്കറിയത്തില്ല. കാർട്ടൂനെ കണ്ടു കഴിഞ്ഞാലേ പിള്ളേർ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം, നമ്മൾ ഈ 2 വയസ്സായിട്ടുള്ള കുട്ടികൾ ഓടി നടക്കേണ്ട പ്രായത്തിൽ ഒരു സ്ഥലത്ത് ഇരുന്ന് TV മൊബൈലും കാണുകയാണ്. അപ്പം ഈ 2 വയസ്സായിട്ടുള്ള കുട്ടികൾ എത്ര അഗ്രസീവായിട്ടാണ് പണ്ടുള്ള കുട്ടികൾ കളിക്കാമെന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ തന്നെ ഇത്രയും വണ്ണമുള്ള, ഇത്രയും ഫുഡ് കഴിച്ച് ഇത്രയും പ്രശ്നങ്ങളുള്ള കുട്ടി അവിടെ നമ്മൾ പിടിച്ചിരുത്തുകയാണ്. അവനെ കളിക്കാൻ വിടുന്നില്ല അല്ലേ. അവിടെ തന്നെ പിടിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ പ്രശ്നം? അളവിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഇരുന്ന് ആ കുട്ടീൻ്റെ കൂടെ നമ്മളും കൂടെ ഇരിക്കും. ഒരു പാക്കറ്റ് ചിപ്സ് വെക്കുകയാണെങ്കിൽ ഒരു 3 പാക്കറ്റ് ചിപ്സ് ആ സമയം കൊണ്ട് തീരും. നമുക്കറിയില്ല നമ്മൾ കഴിക്കുന്നത്. എല്ലാവരുടെയും അവസ്ഥയാണ്. അപ്പോൾ ആ കുട്ടി വളർന്നു ഇത് മൊബൈൽ അഡിക്റ്റ് ആയിട്ട് ഈ പറയുന്ന കൊഴുപ്പ് കൂടിയ പഞ്ചസാര കൂടിയ ഭക്ഷണങ്ങളുമായിട്ട് ആ കുട്ടി വളരുകയാണ്. എന്നിട്ട് അത് സ്കൂളിൽ പോകുന്ന പ്രായമായി. സ്കൂളിൽ പോകുമ്പോൾ എന്താ പ്രശ്നം? ഇപ്പോഴുള്ള പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് സ്നാക്സ് ബോക്സ് ഒന്നും ഇല്ലായിരുന്നു. ഞാനൊന്നും സ്നാക്സ് ഒന്നും കൊണ്ടുപോയിട്ടില്ല സ്കൂളിൽ. പക്ഷെ ഇപ്പോഴുള്ള എല്ലാ സ്കൂളിലും സ്നാക്സ് ബോക്സ് നിർബന്ധമാണ്. എന്തെങ്കിലും സ്നാക്സ് നമ്മൾ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തേ പറ്റുള്ളൂ അല്ലേ. ഞാനും കൊണ്ടുപോയിട്ടില്ല. പക്ഷെ വീട്ടിൽ കുട്ടികളുള്ളത് അവരൊക്കെ ഈ സ്നാക്സ് ബോക്സുമായിട്ട് പോകുമ്പോൾ ഞാൻ ആലോചിക്കും, പക്ഷെ ഇത് തുറന്ന് നോക്കിയാൽ എന്താ കൂടുതലുള്ളത്? ബിസ്ക്കറ്റ്, ബ്രെഡും ജാം, കുക്കീസ്. പിള്ളേർക്ക് മാൾക്കിസ്റ്റും ബോർബോൺ ബിസ്ക്കറ്റും ഒക്കെ മതി, ക്രീം ബിസ്ക്കറ്റൊക്കെ മതി. അപ്പോൾ അതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താ? വീണ്ടും ഇത് തന്നെയാണ്, ട്രാൻസ് ഫാറ്റും കൊഴുപ്പും പഞ്ചസാര അടങ്ങിയ ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 21 ഇന്ത്യ എക്സ്പ്രസ്സിൽ
ഒരു വാർത്ത വന്നു. ഇന്ത്യ എക്സ്പ്രസ്സിലും ടൈംസ് ഓഫ് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷവും ഇതിനെപ്പറ്റി വാർത്തകൾ വന്ന എയിംസിലെ ഡോക്ടേഴ്സ് നിങ്ങൾ കുട്ടികൾക്ക് ബിസ്ക്കറ്റും കുക്കീസും കൊടുക്കരുതെന്ന് വാൺ ചെയ്യുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. കാരണം ഈ ബിസ്ക്കറ്റും ഈ പറയുന്ന ബ്രെഡും ജാമും ഒക്കെ, ജാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ന്യൂട്രീഷണൽ വാല്യൂ ഇല്ലാത്ത സാധനമാണ്. അപ്പോൾ ഈ ഇത് കഴിക്കുന്ന കുട്ടികൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ ഫാറ്റി ലിവറാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കണക്ക് പ്രകാരം 35% കുട്ടികൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ടൊക്കെ നമ്മൾ സാധാരണ നാട്ടിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കരൾ പോയിന്നാണ്. പക്ഷേ ഇപ്പം അതല്ല പറയുക. ഇപ്പം നമ്മൾ ഈ കരൾ രോഗങ്ങളിൽ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. എന്ന് കഴിഞ്ഞാൽ വെള്ളം അടിക്കാത്തവർക്കും കരൾ രോഗമുണ്ട്. അപ്പം നമ്മൾ കുട്ടികൾക്ക് സ്നേഹിച്ച് എന്താ ശരിക്കും ഒരു 8-10 വയസ്സാകുമ്പോഴേ അവർ രോഗികളായിട്ട് മാറുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് സ്കൂളിൽ തന്നെ അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ചെറിയ കുട്ടി വളർന്നു വരുന്ന ഓരോ പ്രായത്തിലും ഈ ഫുഡിൻ്റെ ഒരു രീതി മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ കുറേയൊക്കെ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു കുട്ടി ഒരു 8-9 വയസ്സാകുമ്പോഴേക്കും നല്ല വെയിറ്റ് കൂടുകയാണ്. എന്നാൽ അത് വെയിറ്റ് ഇതിനനുസരിച്ചുള്ള നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി കുട്ടികളോട് പറയാറുണ്ടോ? വളരെ കുറവാണ് അങ്ങനെ ചെയ്യുന്നവർ. മെജോറിറ്റി കുട്ടികൾ ഈ വണ്ണത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. പിന്നെ ഒരു 10 വയസ്സ് കഴിയും. 10 വയസ്സ് കഴിയുമ്പോൾ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈസ്കൂളായി. 10-12 വയസ്സാകുമ്പോൾ ഹൈസ്കൂളായി. പിന്നെ നമ്മൾ പ്രഷർ ചെയ്യാണ് കുട്ടീനെ. നിങ്ങൾ 10ാം ക്ലാസ്സിലായി, +2 ആയി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 10ാം ക്ലാസ് +2 ആയി. അപ്പോൾ നിങ്ങൾ ഇനി പഠിത്തത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ പഠിത്തത്തിൽ ഫോക്കസ് കഴിഞ്ഞാൽ ഫുൾ ടൈം പഠിക്കുക എന്നുള്ളതാക്കി. അവിടെയും നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. നമ്മൾ സമയാസമയത്ത് ഭക്ഷണം കൊടുക്കുന്നു, ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണോ അവർ പറയുന്നതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. ഈ കുട്ടികളെന്ന് പറയുന്നത് കഴിഞ്ഞാൽ TV മൊബൈലൊക്കെ കണ്ടിരിക്കുന്ന കുട്ടികൾ വേണമെന്ന് പറയുന്ന മൊത്തം ജങ്ക് ഫുഡ്സാണ്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അവർക്ക്. അപ്പോൾ ഈ കുട്ടി ഒരു 10ാം ക്ലാസ്സൊക്കെ ഇപ്പോൾ ഇതിനൊരു ഈ അടുത്ത് ഒരു 2 ആഴ്ചയല്ലേ ആയിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രാചി നിഗം എന്ന് പറഞ്ഞിട്ട് ഉത്തർപ്രദേശിൽ 10th CBSE ടോപ്പറായിട്ടുള്ള കുട്ടി, ഞങ്ങളുടെ 98-99% ഒരു കുട്ടി. ആ കുട്ടീൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്നപ്പോൾ ഒരുപാട് പേര് ട്രോൾ ഉണ്ടാക്കി. കാരണം ആ കുട്ടികൾക്ക് ഫേഷ്യൽ ഹെയർസ് ഭയങ്കര കൂടുതലായിരുന്നു. ഒരുപാട് ക്രൂരമായിട്ടുള്ള കമൻസാണ് ആ കുട്ടീനെ, ഒരു 15 വയസ്സായിട്ടുള്ള കുട്ടീനെ കളിയാക്കിയിട്ട് ഇൻ്റർനെറ്റിലൊക്കെ വന്നത്. വലിയ വാർത്തയായിരുന്നു. പക്ഷെ ആ കുട്ടി കമൻറ്റ് ചെയ്തിട്ടുള്ളത് എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. സത്യമാണ്. ശരിക്കും ആ കുട്ടി അറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്യുന്നത്? ശരിക്കും രക്ഷിതാക്കളാണ് കുട്ടിയെ അവസ്ഥയിൽ എത്തിക്കുന്നത്. അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ ശരിക്കും അവരുടെ സമയക്കുറവ് കൊണ്ടും അവരുടെ സ്വാർത്ഥത കൊണ്ടുമാണ് ഈ കുട്ടീനെ നമ്മൾ രോഗത്തിലോട്ട് തള്ളിവിടുന്നത്. ആ കുട്ടി നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടിയാണ്. ജനിച്ചപ്പോൾ തൊട്ട് അതിനറിയില്ല എന്ത് ചെയ്യണ്ടെന്ന്. നമ്മൾ ശീലിപ്പിക്കുന്നതാണ് അത് പാലിക്കുന്നത്, അല്ലേ? അപ്പം ആ കുട്ടി പറഞ്ഞത് ശരിയാണ്. അവൾക്ക് തോന്നിയിട്ടില്ല, അവൾക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവളുടെ ആ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയതാണ്. അപ്പോൾ വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്, പക്ഷെ സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ തന്നെയാണ് നമ്മളെ കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിലോട്ട് തള്ളിവിടുന്നത്. ഇതൊരു സൈഡിൽ സ്കൂൾ വരെ എത്തി. കോളേജിൽ പോയാൽ ഇതേ അവസ്ഥയാണ്. ഇപ്പോൾ കോളേജ് ലൈഫിൽ ചെല്ലുമ്പോഴും ഇതേ അവസ്ഥയാണ്. കോളേജ് ചെല്ലുമ്പോൾ ഇതിന് വേറൊരു തലം കൂടെ വരും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു +1 +2 ഈ ഒരു തലം എത്തുമ്പോൾ പല കുട്ടികൾക്കും ഉണ്ടാകുന്ന വേറൊരു സാധ്യത എന്ന് പറയുന്നത്, വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം. ഇപ്പോൾ സ്ട്രെസ് ഇല്ലാത്ത എത്ര കുട്ടികളുണ്ട്? +2കാരനെയും കൊണ്ട് അമ്മ കൗൺസിലിംഗ് സെൻറ്ററിൽ പോവുകയാണ്, അല്ലേ? 10ാം ക്ലാസ് +2ലുള്ള കുട്ടികളെയും കൊണ്ട് കൗൺസിലിങ്ങിന് പോവുകയാണ്. കാരണം സമ്മർദ്ദം താങ്ങാൻ വയ്യ, കുട്ടി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്തുകൊണ്ട് ആരാ പ്രഷർ കൊടുക്കുന്നത്? നമ്മളാണോ അത് കുട്ടിക്ക് തനിയെ ഉണ്ടാക്കുന്നതാണോ? സാമൂഹികമായിട്ടും നമ്മൾ പാരൻസും കൂടെ കൊടുത്തിട്ടാണ് ഈ പ്രഷർ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ അമിതവണ്ണം അതിൻ്റെ പ്രശ്നങ്ങൾ കുറേയൊക്കെ തുടങ്ങും. അതിൻ്റെ കൂടെ മാനസിക സമ്മർദ്ദം. ഇപ്പോൾ ക്ലിനിക്കിൽ വരുന്ന കുറച്ച് കുട്ടികളെ അറിയാം. അല്ലെങ്കിൽ ഒരു 16-17 വയസ്സുള്ള ഒത്തിരി പെൺകുട്ടികൾ വരാറുണ്ട്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ PCOD ആണ്. അപ്പോൾ നമ്മളൊരു പണ്ട് ഒരു 12-13 വയസ്സാകുമ്പോൾ പീരീഡ്സ് ആവുകയാണെങ്കിൽ ഇപ്പോൾ 9-10 വയസ്സിലെ പിള്ളേർക്ക് പീരീഡ്സ് വന്ന് തുടങ്ങുകയാണ്. ഇവർക്കൊരു 16 വയസ്സാകുമ്പോഴേക്കും PCOD തുടങ്ങുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമിതവണ്ണം, ഈ പറയുന്ന പോലെ ഫേഷ്യൽ ഹെയർസ്, വേറെ കഴുത്തിന് കറുപ്പ്, ആരോഗ്യപരമായിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരികയാണ്.
അപ്പം ഇതൊക്കെ അവർ ഉണ്ടാക്കുന്നതാണോ? അവർക്ക് ഈ ചെറിയ പ്രായത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. നമ്മുടെ അശ്രദ്ധ കൊണ്ടും സമയമില്ലായ്മ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഈ കുട്ടികൾക്ക് ഈ അസുഖങ്ങൾ വരുന്നതാണ്. ഇത് മാത്രമല്ല, ആഹാരത്തിലുള്ള ഇപ്പം നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ആഹാരങ്ങൾ ഇപ്പം നമ്മൾ സേഫ്റ്റി ഫുഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ല. നമ്മൾക്ക് കിട്ടുന്ന ഫുഡെല്ലാം അഡൾട്രേറ്റഡ് ആണ്. ഇപ്പം ഫുള്ളി നമുക്ക് പാരൻസിനെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കറിയില്ല നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെയുണ്ടെന്ന്, അല്ലേ? ഒരുപാട് അഡൾട്രേറ്റ് ആണ്, അതിൻ്റെയും ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു 16 ആവുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ആ കുട്ടീനെ നമ്മൾ ഈ അസുഖങ്ങളൊക്കെ മാറ്റി കൊണ്ടുവന്നാലും ഈ ഫുഡിൻ്റെ ഹാബിറ്റ്സിൽ വലിയ വ്യത്യാസം വരുന്നില്ല. ഈ കുട്ടി കോളേജിൽ പോകുന്നു, ഇതേപോലെ തന്നെ അവിടെ ചെല്ലുമ്പോഴുള്ള ഈ മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ജോലി, പഠനത്തിലുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ പലപ്പോഴും സ്കൂളിലും കോളേജിലും വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് പഠിക്കണം, ടോപ്പ് ആവണം എന്നുള്ളൊരു പ്രഷർ ഉണ്ടാവും. അതും സാമൂഹികമായിട്ടും നമ്മൾ ഫാമിലിയിൽ നിന്നുണ്ടാവുന്ന പ്രഷർ കാരണം ഈ കുട്ടികളിൽ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഇതെല്ലാം കൂടെ കൊണ്ട് അവരൊരു 17-20 വയസ്സാവുമ്പോഴേക്കും ഒരുപാട് രോഗങ്ങളാവുകയാണ്. ഇനി അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ കോളേജിലുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുകവലി, മദ്യപാനം, മയക്കുമരുന്ന്. ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പണ്ടൊക്കെ ഈ കഞ്ചാവ് എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോൾ നമ്മളെ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്താണെന്ന് ബ്ലഡിൽ മിക്സ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഡിസൈൻഡ് ആയിട്ടുള്ള ഒരുപാട് ഡ്രഗ്സാണ് നമുക്ക് കിട്ടുന്നത്. കാരണം പണ്ട് നമുക്ക് പുക വലിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന ഒരാളിനെയൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളിനെ നമുക്ക് ഡോപ്പ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് അറിയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമുക്ക് സമൂഹത്തിൽ കിട്ടുന്ന പല ഡ്രഗ്സും ഡിസൈൻഡ് ഡ്രഗ്സ് ആണ്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇത് ബ്ലഡിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ കെമിക്കൽ കോൺസ്റ്റുവൻസ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത് തന്നെ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോഴിക്കോട് ഭാഗത്ത് ഒരു മാസത്തിനുള്ളിൽ 8 പേരങ്ങാണ്ട് 8 ചെറുപ്പക്കാരാണ്, 20-25 വയസ്സിനുള്ളവർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ മരിക്കുന്ന സമയത്ത് ഇവരുടെ ശരീരത്തിൻ്റെ അടുത്ത് നിന്ന് സിറിഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഡ്രഗ്സ് കുത്തിവെച്ചിട്ടാണ് മരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ അനങ്ങാതിരിക്കുന്നത് കൊണ്ടും നമ്മൾ ഈ ജനിക്കുമ്പോൾ തൊട്ട് ഒരുപാട് വാക്സിൻസ് നമുക്ക് പ്രൊവൈഡഡ് ആണ്. വാക്സിൻസ് നമുക്ക് നല്ലതാണ്, കാരണം ഈ പറയുന്ന പോലെ ക്ഷയം നമ്മൾ ഈ പോളിയോ പോലുള്ള അസുഖങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി വാക്സിൻസിന് പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് വാക്സിൻസ് എടുക്കുമ്പോൾ ശരിക്കും നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കഴിവാണ് രോഗപ്രതിരോധ ശക്തി എന്ന് പറയുന്നത്. ഇപ്പം ഈ രോഗപ്രതിരോധത്തിന് വേറെ ജോലിയൊന്നുമില്ല, കാരണം മിക്കപ്പോഴും ഈ വാക്സിൻ്റെ ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരാറില്ല. അപ്പോൾ ശരിക്കും ഈ രോഗപ്രതിരോധ ശക്തി ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരണം, എങ്കിലേ ഇത് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ഈ വാക്സിൻസും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒരു ഇനാക്റ്റീവ് അവസ്ഥയിലോട്ട് പോവുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിന് തന്നെ അതിൻ്റെ അസുഖങ്ങൾ കുറയ്ക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷേ ഈ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ കൊണ്ട് ആ ഒരു ശക്തിയും നന്നായിട്ട് കുറയുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഭക്ഷണം, ഈ പറഞ്ഞ വ്യായാമക്കുറവ്, ഇതൊക്കെ കൊണ്ട് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഒരു 30 വയസ്സാകുന്ന ഒരു ജോലിയൊക്കെ കിട്ടി തുടങ്ങുന്ന സമയത്തുള്ള ഒരുവിധപ്പെട്ട നമ്മൾ ഈ ടീനേജേഴ്സിന് അല്ലെങ്കിൽ IT മേഖലയിൽ എടുക്കുന്ന പലർക്കും ഷുഗർ ലെവൽ വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ 25-30 വയസ്സിൽ ബ്ലഡ് പ്രഷർ കൂടുതലുള്ള ഒരുപാട് രോഗികളുണ്ട്. അപ്പോൾ 30 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും രോഗികളായിട്ട് മാറുകയാണ് പലരും. അപ്പോൾ അവരുടെ മാത്രം തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, സമൂഹത്തിൻ്റെ മൊത്തം നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വ കുറവ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം വേറെയല്ല, ഇതെല്ലാം ഒന്നിനോടൊന്ന് അനുബന്ധമായിട്ട് വരുന്നതാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഭക്ഷണം, ഈ കൊളസ്ട്രോളും ഒരു ഓവറായിട്ടുള്ള കൊഴുപ്പും ഈ ഉപ്പും പഞ്ചസാര അടങ്ങിയ പ്രശ്നങ്ങൾ, ഈ ഭക്ഷണമൊക്കെ ആദ്യം കഴിച്ചു കഴിയുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന എന്താ? വണ്ണം കൂടും, അല്ലേ? വണ്ണം. അപ്പോൾ അമിതവണ്ണമാണ് ആദ്യത്തെ പ്രശ്നം. അതും ഒരു അസുഖമാണ് ശരിക്കും. അമിതവണ്ണം തുടങ്ങിയിട്ടാണ് അതിൽ നിന്ന് പലപ്പോഴും പ്രമേഹവും ഹൃദ്രോഗവും ഈ പറയുന്ന PCOS-ഉം തൈറോയിഡും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഈ അമിതവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ
തൊലീൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു ഫാറ്റ് മാത്രമല്ല പ്രശ്നം. വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു നമുക്കത് ഓർഗനായിട്ടോ എന്തോ ആയിട്ട് അഡിപ്പോസ് ടിഷ്യൂ പോലൊരു കാര്യമായിട്ട് പറയാവുന്നതാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. വിസറൽ ഫാറ്റ് എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കരളിൽ കൊഴുപ്പടിയുന്നത് വളരെ സാധാരണയായിട്ട് എല്ലാവരും കേൾക്കുന്നതാണ് അല്ലേ. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഇപ്പം നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉണ്ടെന്ന് നമ്മൾ ഡോക്ടറിനോട് പറഞ്ഞ ഡോക്ടർ അതില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും കൊണ്ടുകൊടുക്കും. ഇപ്പോൾ ഫാറ്റി ലിവർ ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. അന്നത് വളരെ സ്വാഭാവികമായിട്ട് മാറുകയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഈ ലിവറിൽ മാത്രമല്ല പ്രശ്നം വരുന്നത്. ഇപ്പം നമ്മുടെ ഈ പറയുന്ന വയറിൻ്റെ ഉള്ളിലും ഈ നമ്മളെ കുടലിൻ്റെ അടിഭാഗത്തും നമുക്കങ്ങനെ ഒരുവിധപ്പെട്ട നമ്മുടെ അവയവങ്ങൾക്ക് ഉള്ളിലെല്ലാം ഈ വിസറൽ ഫാറ്റിൻ്റെ സാന്നിധ്യമുണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇതല്ല, നമ്മുടെ സിസ്റ്റം ഇപ്പോൾ അമിതവണ്ണത്തിൽ തുടങ്ങുക എന്ന് പറയുന്നത് അവിടം തൊട്ട് തന്നെ ഒരു 30 വയസ്സാകുമ്പോഴേക്കും നമുക്ക് ഈ വിസറൽ ഫാറ്റ് കൂടിയിട്ട് നമ്മുടെ ഓർഗന് ചുറ്റും മൊത്തം കൊഴുപ്പടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ എൻ്റെ കൈ ഇങ്ങനെ വെച്ചേക്കാണ്, ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഒബ്സ്ട്രക്ഷൻ പോലെ എന്തെങ്കിലും ഇതൊരു കമ്പാണെങ്കിൽ ഇത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഒരു പ്രഷർ കൊടുക്കണ്ടേ എനിക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെയാണ് നമ്മുടെ ശരീര അവയവത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അടിഞ്ഞുകൂടുന്ന ഈ പറയുന്ന ഫാറ്റ് നമ്മുടെ ഈ അവയവങ്ങളുടെ സാധാരണമായിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ള കഴിവിനെ നശിപ്പിക്കും. ഫാറ്റി ലിവർ ഉള്ള ആൾക്ക് എന്തൊക്കെ അസുഖം വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഉള്ള ഒരാൾക്ക് പ്രമേഹം വരാം, പ്രമേഹം ഉറപ്പായിട്ടുണ്ടാവും, കൊളസ്ട്രോൾ കൂടുതലായിരിക്കും, രക്താതിമർദ്ദം കൂടുതലായിരിക്കും, എല്ലാം കണക്റ്റാണ്. PCOS വരും. കാരണം ലിവറാണ് നമ്മുടെ കെമിക്കൽ ഫാക്ടറി ഓഫ് ബോഡി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ കെമിക്കൽ കോൺസ്റ്റുവൻസും നമ്മൾ എന്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രോസസ്സ് ചെയ്യുന്ന ലിവറിലാണ്. നമ്മൾ കഴിക്കുന്ന അമിതമായിട്ടുള്ള ഏതൊരു ആഹാരവും അത് നമ്മുടെ ശരീരത്തിന് ഇപ്പം പ്രവർത്തിക്കാൻ ഷുഗർ ആവശ്യമാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അധികം വരുന്ന ഷുഗറും കലോറിയൊക്കെ കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് മാറ്റുന്നത് ലിവറാണ്. അപ്പോൾ ലിവറിൻ്റെ ഫങ്ഷൻ മുടങ്ങിയാൽ തന്നെ ഇതെല്ലാം താറുമാറായിപ്പോൾ. ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കൊളസ്ട്രോളും ഹൃദ്രോഗവും രക്താതിമർദ്ദവും പ്രമേഹവും ഒക്കെ വരാൻ, PCOS എല്ലാം വരും. അപ്പോൾ ഈ ഒരു 30 വയസ്സാവുമ്പോഴേക്കും ഈ ഒരു അവസ്ഥയിലോട്ട് എന്തെങ്കിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഒരു കൂട്ടം പോലുള്ള ഒരു ജീവിതശൈലി രോഗത്തിൻ്റെ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ എത്തുകയാണ്. അപ്പോൾ ജീവിതശൈലി ഇപ്പോൾ ഒരാൾക്ക് 30 വയസ്സിലുള്ള ഒരാൾക്ക് പ്രമേഹം നമ്മൾ ഡോക്ടർമാരെ ഡയഗ്നോസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? മരുന്നുകൾ തുടങ്ങുകയാണ് അല്ലേ. മരുന്നുകൾ തുടങ്ങുകയാണ്. പക്ഷേ അവിടെ മരുന്നുകൾ തുടങ്ങുമ്പോഴുള്ളൊരു പോരായ്മ എന്താണ്? മരുന്നുകൾ തരുന്നത് നമുക്ക് ബ്ലഡിലുള്ള ഷുഗറിനെ നിയന്ത്രിക്കാനാണ്. മെറ്റ്ഫോമിൻ പോലുള്ള ഏത് മരുന്നുകളാണെങ്കിലും നമ്മൾ ഈ പറയുന്ന ഷുഗർ ലെവല് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഷുഗർ ലെവൽ 300 ഉണ്ടെങ്കിൽ അത് കുറച്ചൊരു 120-നകത്ത് 150-നകത്ത് ആക്കുക എന്നുള്ളതാണ് ഈ മെഡിസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ അതാണോ വേണ്ടത് നമുക്ക്? പ്രമേഹം എന്തുകൊണ്ട് വന്നു അല്ലേ? പ്രമേഹം വന്നത് നമ്മൾ ഈ പറയുന്ന ജീവിതശൈലി കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം വരുത്തേണ്ട മാറ്റം ജീവിതശൈലിയിൽ, നമ്മളെ ഭക്ഷണത്തിലും. ഭക്ഷണം എന്ന് പറഞ്ഞപ്പോൾ കഴിക്കാൻ സമയമായിട്ടുണ്ടാവും അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടായില്ലേ? അപ്പോൾ ഈ ഭക്ഷണത്തിലും നമ്മളെ ഈ പറയുന്ന നമ്മളെ ഈ വിഹാരങ്ങളിലും വ്യത്യാസം വരുത്താതെ നമ്മൾ ഈ മരുന്ന് കഴിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അവിടം കൊണ്ട് തന്നെ പോകുന്നു. പിന്നെ 30 വയസ്സാകുമ്പോൾ നമുക്കൊരു പ്രമേഹം ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മാനസികാരോഗ്യം വളരെ താഴ്ന്നു പോകും. പലരും ഭയങ്കര സ്ട്രെസ്ഡ് ആവും. ഇപ്പോൾ 30 വയസ്സായ ഒരാളിനോട് പറയുകയാണ് നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആളുടെ ഒരു മാനസികാവസ്ഥ വളരെ താഴ്ന്നു പോകും അല്ലേ. എനിക്ക് ഇത്ര നേരത്തെ ഈ അസുഖമൊക്കെ വന്നല്ലോ, എന്നാൽ ഞാനൊന്നും കഴിച്ചിട്ടില്ലല്ലോ, ഞാൻ അറിഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വിഷാദത്തിലോട്ട് പലരെയും തള്ളിവിടാറുണ്ട്. ഇത് 30 വയസ്സിൽ വന്ന ഒരാൾ. ഇനി ഇവർ ഈ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് കുറേ കാലം പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? കുറേ കാലം കഴിയുമ്പോൾ ഈ പറയുന്ന വിസറൽ ഫാറ്റ് എല്ലാം കിടക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ ആക്ഷൻ നടക്കില്ല. കാരണം ഈ ഓർഗൻസിന് ചുറ്റും നടക്കുന്ന ഫാറ്റാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ ഇൻസുലിൻ ഉണ്ടെങ്കിലും ഇൻസുലിനെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുറത്തുനിന്ന് ഇൻസുലിൻ കൊടുക്കേണ്ടി വരും. പലപ്പോഴും അതും വിജയകരമാവില്ല. അപ്പോൾ ഒരു ഫുൾ ടൈം ഒരു രോഗിയായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും പിന്നെ കൊളസ്ട്രോളായി, ഹൃദ്രോഗമായി, അങ്ങനെ ഒത്തിരി അസുഖങ്ങൾ വരും. ഇത് 30 വയസ്സിൽ തുടങ്ങിയ ഒരാൾ,
ഒരു കാറ്റഗറി, അവരുടെ ഒരു അവസ്ഥയാണ് ഇതുവരെ പറഞ്ഞത്. എങ്ങനെ ഒരു ഗർഭാവസ്ഥയിൽ തുടങ്ങി 30 വയസ്സാവുമ്പോഴേക്കും എങ്ങനെ ഒരു ജീവിതശൈലി രോഗം ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ഇത് കഴിഞ്ഞ് ഇതൊന്നും അല്ലാതെ ഒരു 40-50 വയസ്സിൽ പ്രമേഹവും അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്ന വേറൊരാളുടെ അവസ്ഥ നമുക്ക് എടുക്കാം. അപ്പം 40-50 വയസ്സിൽ പലരും, ഇപ്പം നമ്മൾ ഈ ഒരു പ്രായത്തിലുള്ള 40-50 വയസ്സിലുള്ള പലർക്കും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ, അവർക്കും മെഡിസിനായിട്ടോ ഇൻസുലിനൊക്കെ ആയിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. പക്ഷെ അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തായിരിക്കും? ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളതാണ്, അല്ലേ? നമ്മളിപ്പോൾ 40 വയസ്സാകുമ്പോൾ, ഇപ്പോൾ എൻ്റെ അമ്മ ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ ഞാൻ പഠിച്ചൊക്കെ ഇറങ്ങി വന്നപ്പോൾ എനിക്ക് കിട്ടിയ ആദ്യത്തെ പേഷ്യൻ്റ് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മ വളരെ നേരത്തെ ഡയബറ്റിക്, അമ്മയ്ക്ക് ഇപ്പം എൻ്റെ അച്ഛൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചതാണ്. അമ്മയ്ക്ക് ഒരുപാട് സ്ട്രെസ്സും അങ്ങനെയൊക്കെ, അതുകൊണ്ടാണ് അമ്മയ്ക്ക് അത്ര നേരത്തെ ഡയബറ്റീസ് വന്നതെന്ന് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് ഡയബറ്റീസ് ഉണ്ടായിരുന്നത് തിരിച്ചറിയുന്നത്. അപ്പോൾ ഞാൻ വളരെ ലേറ്റായിട്ട് അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ കുറഞ്ഞപ്പോഴാണ് അമ്മ ഡയബറ്റിക് ആണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും അമ്മയുടെ കണ്ണിൻ്റെ കാഴ്ച നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും, ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നോക്കിയപ്പം ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഡോക്ടർ എന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് എന്ന് പറയുന്ന ഡോക്ടറുടെ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡയബറ്റോളജിസ്റ്റാണ്. അപ്പോൾ ഞാൻ നേരെ കൊണ്ടുവന്ന് അമ്മയെ അവിടെ കൊണ്ടുവന്നാക്കി. അപ്പോൾ അവിടെ ഒരു മാസത്തിലൊരു കൺസൾട്ടേഷൻ, അവർ തന്നെ ഷുഗർ വീട്ടിൽ വിളിച്ച് മോണിറ്റർ ചെയ്യും. അപ്പോൾ അത് എൻ്റെ ഒരു സമാധാനത്തിന്, കാരണം എനിക്ക് അമ്മേനെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ അവർ വിളിച്ച് ഒരു മാസത്തിലൊരു കൺസൾട്ടേഷൻ, ബാക്കി സമയങ്ങളിൽ 2 ആഴ്ചയിൽ ഒരു ഇത്ര ദിവസം അവർക്ക് ഷുഗർ മാനേജ് ചെയ്യും, ഇങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ ഒരു 10 വർഷം പോയി. പക്ഷേ ഈ 10 വർഷത്തിലും അമ്മയുടെ ഷുഗർ മാനേജ് ചെയ്യപ്പെട്ടിരുന്നില്ല. മനസ്സിലായോ? 10 വർഷത്തിലും അമ്മയുടെ ഒരു, നമ്മൾ ഈ HbA1c എന്ന് പറയും, ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നൊരു കൗണ്ട് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്താണുക്കളുണ്ടല്ലോ, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ ഷുഗർ കൂടുമ്പോൾ നമുക്ക് ഷുഗർ ഈ ഹീമോഗ്ലോബിൻ്റെ കൂടെ ചേരും. അതിനെയാണ് ഈ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ. അപ്പോൾ സാധാരണ അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ഇല്ലാത്ത ഒരാൾക്ക് 5 മുതൽ 6% വരെയാണെങ്കിൽ, ഷുഗർ ഉള്ള ഒരാൾക്ക് പണ്ട് പറഞ്ഞിരുന്ന ഒരു 6 തൊട്ട് 10 വരെയാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് 8-നും 10-നും മുകളിലുള്ളവർക്ക് മാത്രമേ ഡയബറ്റീസ് ഉണ്ടാവുന്നുള്ളൂ. അപ്പം ശരിക്കും എൻ്റെ അമ്മയുടെ ഈ വാല്യൂ ഞാൻ കണ്ടിട്ടുള്ളത് 10-ന് മുകളിലാണ് എപ്പോഴും. അപ്പം ഞാൻ ഈ വരുന്ന സമയത്ത് അമ്മയുടെ കാഴ്ചയുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച നല്ലോണം അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ കണ്ണിനും കാഴ്ച നല്ലോണം ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് എങ്ങനെ ഈ ഷുഗർ കൺട്രോൾ ചെയ്യാമെന്ന്, അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമ്മ നല്ലോണം ചോറ് കഴിക്കും. അപ്പം ഇതായിരുന്നു ആദ്യത്തെ ബുദ്ധിമുട്ട്. കാരണം ഈ ഷുഗർ ഉള്ള ഒരാളോട് നിങ്ങൾ ചോറ് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. ഇപ്പം പലർക്കും അറിയായിരിക്കും, വീട്ടിൽ പേഷ്യൻസ് ഉള്ളവർക്ക് അറിയായിരിക്കും, അല്ലേ? ചോറ് കൊടുക്കാതിരുന്ന എൻ്റെ അമ്മയൊക്കെ, ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് മാമനോടൊക്കെ വിളിച്ചു, ഇവളെനിക്ക് ചോറൊന്നും തരുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫുഡിലുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ നല്ലോണം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്നുള്ള രീതിയിൽ മോണിറ്റർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ രാവിലെയുള്ള അരിയാഹാരങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ പുട്ട്, ഇടിയപ്പം എന്ന് പറഞ്ഞാൽ പ്യോർലി നമ്മൾ പച്ചരിയിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്, അല്ലേ? പുട്ട്, ഇടിയപ്പം എന്നൊക്കെ അത് കഴിക്കുമ്പോൾ ഷുഗർ വളരെ കൂടുതലാണ്. അതേസമയം കമ്പാരിറ്റീവ്ലി ദോശ, ഇഡലിയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പുട്ടും ഇടിയപ്പവും കട്ട് ചെയ്തു, എന്നിട്ട് ഈ പറയുന്ന ദോശ, ഇഡലി, ചപ്പാത്തിയൊക്കെ ആക്കി. അപ്പോൾ അതും ബുദ്ധിമുട്ടാണ്. കാരണം 3, 4, 5, 6 ഒക്കെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ ഒരു കാര്യമില്ല. മിനിമം 2 ആക്കണം, എന്നാലേ ഇത് കൺട്രോൾ ചെയ്യുള്ളൂ. അപ്പോൾ അതാദ്യം കുറച്ച്. പിന്നെ രണ്ടാമത് വരുത്തിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോറെന്ന് വെച്ചാൽ വെള്ളച്ചോറ് എന്ന് പറയുന്ന സാധനം വീട്ടിൽ നിന്ന് അങ്ങ് ഒഴിവാക്കി. എന്നിട്ട് തവിടുള്ള അരിയുടെ ചോറാക്കി. അത് ഒരു 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 ചെറിയ ബൗളിൽ ചോറ് മാത്രം കൊടുക്കും. എന്നിട്ട് പയറ്, പരിപ്പ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ, എല്ലാ ദിവസവും കറികൾ കൂടുതൽ ഉണ്ടാക്കും. ഒരു 4-5 കറികൾ ഉണ്ടാക്കിയിട്ട് ചോറ് കൂടുതൽ, കറികൾ മാത്രം കൊടുക്കും, ചോറ് ഇച്ചിരി കൊടുക്കും. അപ്പം അങ്ങനെ ആക്കിയപ്പം ഉച്ചയ്ക്കുള്ള ഷുഗറും കൺട്രോളായി. രാത്രി എന്ന് പറയുന്നത് വെറും 2 ചപ്പാത്തിയോ 2 ഇതോ. അപ്പോൾ ഇത് ഒരു 3 മാസം ഫോളോ ചെയ്തപ്പോൾ അമ്മയുടെ HbA1c 5.5 വളരെ നോർമലായി. അമ്മ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, അതും നിർത്തി. ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷമായിട്ട് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നില്ല. അമ്മ എടുത്തുകൊണ്ടിരുന്ന ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-12 വരെ എടുത്തുന്നു ഒരു സമയം. രാവിലെ ഒരു 10-12 യൂണിറ്റും
അത് ഈ പറയുന്ന ലോങ് ആക്ടിങ് ഇൻസുലിൻ ആണ്. ഇൻസുലിൻ പല രീതിയിലുണ്ട്. അത് 12 മണിക്കൂർ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന ഇൻസുലിൻ 10 മുതൽ 12 യൂണിറ്റ് വരെ എടുത്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഒരു 4 യൂണിറ്റ് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ പലപ്പോഴും മാറില്ല എന്ന് പറയാൻ പറ്റില്ല. തുടക്കക്കാർക്ക് മാറ്റാൻ പറ്റും, പക്ഷേ ഈ പറയുന്ന ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു 25-30 വയസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്തവർക്ക് പലപ്പോഴും നമ്മൾ നന്നായിട്ട് ആഹാരം നിയന്ത്രിച്ച് ജീവിതകാലം മുഴുവൻ നിയന്ത്രിക്കാൻ തയ്യാറാണെങ്കിൽ മാറും. 100% മാറും. ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് അല്ല, ടൈപ്പ് 2 പ്രമേഹമാണ്, ഫാറ്റി ലിവറൊക്കെ കൊണ്ടുവന്നതാണെങ്കിൽ നമ്മൾ ആഹാരം നിയന്ത്രിച്ച് ജീവിതകാലം മൊത്തം നിയന്ത്രിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാറില്ല എന്ന് പറയാൻ പറ്റും. പിന്നെ എൻ്റെ അമ്മയെ പോലെയുള്ള ഇങ്ങനെ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കേസസ് ഉണ്ട്. അതൊന്നും നമുക്ക് മാറ്റാനൊന്നും പറ്റത്തില്ല, ഇതൊന്നും മാറില്ല. പക്ഷേ ഈ പറയുന്ന പോലെ മരുന്നിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും, ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾ ഒരുപാട് മരുന്നുകൾ കഴിക്കണം അല്ലേ? രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടെന്ന് വെച്ചിട്ട് വൈറ്റമിൻ ടാബ്ലറ്റ്സ് അത് ഇതെന്ന് വെച്ചിട്ട് ഒരു ദിവസം 10 ഗുളികയൊക്കെ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ശരിക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ ഈ ഗുളികകളുടെ അളവ് കുറയ്ക്കാൻ പറ്റും, ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അതൊക്കെയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മളിപ്പോൾ ഒരു ജീവിതശൈലി രോഗം വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരമാണ്. അപ്പോൾ അവർക്ക് തന്നെ ഒരു അപകർഷതാബോധവും ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടാവും പലതിലും. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ദേഷ്യം തോന്നുന്നില്ല ഒരാളിനോട്. അതുകൊണ്ട് അവർക്ക് ഭയങ്കര പ്രഷറാണ്. അപ്പോൾ ഈ ഒന്നീ അസുഖം കൊണ്ട്, 2 ഈ ഭക്ഷണ നിയന്ത്രണം കൊണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് മാനസിക പിരിമുറുക്കം കൂടെ വരുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള ഭക്ഷണ നിയന്ത്രണവും ഇത് മാത്രമല്ല മാനസികമായിട്ടുള്ളൊരു പിന്തുണ കൂടി കൊടുക്കണം. കാരണം പലപ്പോഴും ഇവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. അതൊക്കെ മാനേജ് ചെയ്യാനും നമ്മൾ പഠിക്കണം. അപ്പോൾ മതിയല്ലേ, ഒരുപാടായില്ലേ, കഴിക്കാനുള്ള സമയമായില്ലേ? കുറച്ച് നേരം കൂടെ ഒരു 10-15 മിനിറ്റും കൂടെ പറയാമല്ലേ? കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഇതാണ് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ 30 വയസ്സിലുള്ളതും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 40-50 വയസ്സിൽ പ്രമേഹം വന്നവരുടെ ഒരു അവസ്ഥ. അപ്പോൾ ഇതിനെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ വന്നവരുടെ ഒരു ബുദ്ധിമുട്ടും അവരുടെ ആഹാര നിയന്ത്രണവും നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി അത് എങ്ങനെ നമുക്ക് ഈ ഒരു വരാത്ത ആൾക്കാരെ എങ്ങനെ അത് നിയന്ത്രിച്ച് കൊണ്ടുപോകാമെന്ന് നോക്കാം. അപ്പോൾ വരാത്ത ഒരാളാണ് എന്നെങ്കിൽ നമുക്ക് അവരുടെ സാധ്യതകൾ നോക്കണം. ആർക്കൊക്കെ ജീവിതശൈലി രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളവരെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അതിലാദ്യം നമ്മൾ പറഞ്ഞ കാര്യം, ഇപ്പോൾ ഗർഭാവസ്ഥയിൽ പ്രമേഹമുള്ളവർ അവർക്ക് സാധ്യതയുണ്ട്, അവർക്ക് ജനിക്കുന്ന കുട്ടികൾ സാധ്യതയുണ്ട്, അവരുടെ സഹോദരങ്ങൾ അവർക്ക് സാധ്യതയുണ്ട്. പിന്നെ ഈ ജീവിതശൈലി രോഗങ്ങളുള്ള അച്ഛനും അമ്മയ്ക്കും ഉള്ള ഒരാളുടെ ഇപ്പോൾ എനിക്ക് സാധ്യതയുണ്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു പ്രമേഹം എന്ന്. അപ്പോൾ അതുപോലെ അച്ഛനും അമ്മയ്ക്കും ഉള്ളവർ സാധ്യതയുള്ളവർ, പിന്നെ ഈ പറയുന്ന ഭക്ഷണ നിയന്ത്രണം ഇല്ലാത്തവർ, അമിതമായിട്ട് പുകവലിക്കുകയും മദ്യപാന ശീലമുള്ളവർ, ഇവർക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാര നിയന്ത്രണമാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ജീവിതശൈലി രോഗങ്ങൾ മാറണമെങ്കിൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം. ഇപ്പോൾ പലരും ഷുഗറിനും ഈ പറയുന്ന പോലെ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോൾ ഇത് മരുന്ന് കഴിച്ചിട്ട് മാറത്തൊന്നുമില്ല, ഇത് ജീവിതകാലം മൊത്തം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്, അങ്ങനെയാണ് പൊതുവേ പറയാറ് അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു? കാരണം നമ്മൾ ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ തയ്യാറാവാതെയാണ് നമ്മൾ ഈ മരുന്നുകൾ കഴിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതിന് കാരണം അവിടെ തന്നെ കിടക്കുകയാണ്. നമ്മൾ ഈ ലക്ഷണങ്ങളെയാണ് ചികിത്സിക്കുന്നത്. ലക്ഷണങ്ങളെ ചികിത്സിച്ച് കാര്യമില്ല, നമ്മൾ എന്താണോ കാരണം അതിനെയാണ് ചികിത്സിക്കേണ്ടത്. ജീവിതശൈലി രോഗങ്ങളുടെ കാരണം എന്ന് പറയുന്നത് ജീവിതശൈലിയിൽ കിടക്കുകയാണ്. അപ്പം ആദ്യം അതിനെല്ലാം ഓരോന്നോരോന്നായിട്ട് വെട്ടിക്കളയണം, എന്നാലേ കാര്യമുള്ളൂ അല്ലേ? അപ്പം അതിന് ആദ്യം വേണ്ടത് ഭക്ഷണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര, ഇത് 3 ഒഴിവാക്കണം. അപ്പോൾ കൊഴുപ്പുള്ള ഭക്ഷണം കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് വിസറൽ ഫാറ്റ് കൂടുകയാണ്. പിന്നെ ഈ പഞ്ചസാര എന്ന് പറയുന്നത് നമ്മൾ പണ്ടുള്ളവർ ചെയ്തിരുന്നത് പോലുള്ള ജോലികൾ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നില്ല അല്ലേ? അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്താ? നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുകയല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുമ്പോഴാണ് ഈ പറയുന്ന അസുഖങ്ങൾ വരിക. അപ്പം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇപ്പോൾ നമുക്ക് ജോലിയൊന്നും ഇല്ലാത്ത ഒരാൾ, പ്രത്യേകിച്ച് ശാരീരിക അധ്വാനം ഒന്നും ഇല്ലാത്ത ഒരാൾ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കേണ്ട കാര്യമുള്ളൂ.
അപ്പോൾ ശാരീരിക അധ്വാനം ഉള്ള ഒരാൾക്ക് നിറയെ ഭക്ഷണം കഴിക്കാം. ഇല്ലാത്തവർ കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യും? ശരീരത്തിൽ തന്നെ സേവ് ചെയ്യും കൊഴുപ്പായിട്ട്. അപ്പോൾ അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കുക. ഉപ്പുള്ളത് അതുപോലെ തന്നെ, ഉപ്പുള്ള ഭക്ഷണം ഒരുപാട് കഴിക്കാൻ പാടില്ല. ഈ പറയുന്ന പോലെ നീർക്കെട്ട് ശരീരത്തിലുണ്ടാവും. അപ്പം അത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഫങ്ഷൻ അഫക്റ്റ് ചെയ്യും. നീരും രക്താതിമർദ്ദവും ഇതുപോലെ കിഡ്നി സംബന്ധിച്ച രോഗങ്ങളൊക്കെ വരാൻ വളരെ സാധ്യതയാണ്. പഞ്ചസാര ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ കൊഴുപ്പ് ഉപയോഗിക്കുന്ന പോലെയുള്ള അതേ അവസ്ഥ തന്നെയാണ് വരിക. പിന്നെ ഈ പറയുന്ന പോലെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഒരുപാട് കെമിക്കൽ കോൺസ്റ്റുവൻറ്റ്, സാക്രൻ, അതുപോലുള്ള നമ്മൾ ബേക്കറിയിലുള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കിൽ കുറച്ച് അധികം വരുന്ന കുട്ടികൾ ഒരുപാട് പേര് വരാറുണ്ട്. കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വരുന്നവർ ഈ കഫക്കെട്ടൊക്കെ ആയിട്ടാണ് കൂടുതലും കുട്ടികൾ വരിക. ചുമ, കഫക്കെട്ട്, അലർജി, ഇതാണ് മെയിനായിട്ട് വരുന്ന കുട്ടികളുടെ അസുഖം എന്ന് പറഞ്ഞാൽ ചുമ, കഫക്കെട്ട്, അലർജി. കഫക്കെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഫക്കെട്ടായിരിക്കും. ചുമയ്ക്കുമ്പോൾ മറ്റേ DTS എഫക്റ്റ് പോലെ കേൾക്കും നമുക്ക്, അത്ര എഫക്റ്റാണ്. അപ്പോൾ അവർക്ക് ഞാനിപ്പോൾ അവരുടെ അടുത്ത് വിശദമായിട്ട് ചോദിക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം എൻ്റെ സൈസിലുള്ള പിള്ളേർ വരെ വരും, 10-13 വയസ്സായിട്ടുള്ള കുട്ടികൾ. അപ്പോൾ ഇവരോട് ചോദിക്കുമ്പോൾ എന്താ ഇവർ കഴിക്കുന്ന? ബിസ്ക്കറ്റ്, ബ്രെഡ്, ജാം, കുക്കീസ്, ബേക്കറി ഐറ്റംസ് ആണ് ഇവർ ഫുള്ള് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരോട് പറയും, നിങ്ങൾ ഈ മരുന്ന് കഴിച്ചിട്ട് ഈ ഭക്ഷണങ്ങൾ നിർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഗുണമുള്ളൂ എന്ന് പറയും. നന്നായിട്ട് കേൾക്കുന്ന പാരൻസ് ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. എന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ക്ലിനിക്ക് തുടങ്ങിയിട്ട് കാണുന്ന കുട്ടികൾ പലരും എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ പോലും വരുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യുന്ന. അതിൽ കണ്ടൊരു മാറ്റം എന്താണെന്നറിയോ? ഈ ഒരു 10-45 കിലോ ഉണ്ടായിരുന്ന പിള്ളേർ ഒരു 2 ആഴ്ച വരുമ്പം സൈസ് കാണുമ്പോൾ അറിയാൻ പറ്റത്തില്ല. കാരണം ബിസ്ക്കറ്റൊക്കെ ഫുള്ളായിട്ട് നിർത്തുമ്പോൾ പിള്ളേരങ്ങ് നന്നായിട്ട് മെലിഞ്ഞ് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനിത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണിൽ കാണുമ്പോഴാണല്ലോ നമുക്ക് ഇതിന് ഇത്രയും ഒരു എഫക്റ്റ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ കുട്ടികൾക്ക് ഈ പറയുന്ന ഭക്ഷണം, ഈ പറയുന്ന കുക്കീസ്, ബിസ്ക്കറ്റ്, ബ്രെഡ്, ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കരുത്. പിന്നെ മൈദ ഒരിക്കലും നമ്മൾ വീട്ടിൽ പ്രൊമോട്ട് ചെയ്യാനേ പാടില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ഈ ഒരു ഭക്ഷണം ഒഴിവാക്കുമ്പോൾ തന്നെ ഇവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പകുതിയും മാറുകയാണ്. അപ്പോൾ ഈ എക്സസ് കാലറി കൊണ്ടുണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ മരുന്ന് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല, ഈ അസുഖത്തിന് കാരണമായിട്ടുള്ള ഭക്ഷണങ്ങളും കൂടെ നിയന്ത്രിച്ചിട്ടേ കാര്യമുള്ളൂ. പിന്നെ ഈ ഒരു രീതിയിൽ വേറൊരു പേഷ്യൻ്റെ കാര്യം ഞാൻ പറയാം. കോവിഡ് കഴിഞ്ഞ സമയത്ത് ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഒരു 10-35 വയസ്സായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളീൻ്റെ ഈ ചെവിൻ്റെ പുറകിൽ നമുക്കിവിടെ ഇത് ഒരു വീക്കം പോലെയുണ്ട്. അപ്പം പുള്ളീൻ്റെ റിപ്പോർട്ട് സ്കാൻ ചെയ്ത റിപ്പോർട്ടൊക്കെ നോക്കിയപ്പോൾ പുള്ളിക്ക് പാരോട്ടിഡ് ഗ്ലാൻഡിൽ എൻലാർജ്മെൻ്റ് ആണ്. ഇതിനകത്ത് ഇങ്ങനെ നീര് കെട്ടിയിട്ട് ഇവിടെ മുഖത്തിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ വേർതിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ ഇത് തുടങ്ങിയെന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്ക് 2 പ്രാവശ്യം കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം കോവിഡ് വന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് പുള്ളി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇത് വന്നത്. അപ്പോൾ പുള്ളി ഞാൻ സംസാരിച്ചു. ഏകദേശം ഒരു 6-7 മാസം നമ്മളവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പുള്ളിൻ്റെ ഈ വീക്കമൊക്കെ നന്നായിട്ട് കുറഞ്ഞു. അവസാനം ഇത് നന്നായിട്ട് കുറഞ്ഞിട്ട് വളരെ ഒരു ചെറിയൊരു ഭാഗത്ത് ഒരു ചെറിയൊരു പോർഷൻ മാത്രം ഒരു ചെറിയ വീക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പുള്ളി എൻ്റെ അടുത്ത് ഇപ്പോൾ പുള്ളി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒന്നുകൂടെ അതിനകത്തുള്ള ഫ്ലൂയിഡ് ഒന്നെടുത്ത് കുത്തി അതിനകത്ത് എന്താ കണ്ടൻസ് എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ആ ഫ്ലൂയിഡ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കണ്ടൻസ്, പസ്സോ പഴുപ്പൊന്നും ഇല്ലായിരുന്നു, ക്ലിയർ ആയിട്ടുള്ള ഫ്ലൂയിഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ആ ഫ്ലൂയിഡ് ഇങ്ങനെ കുത്തിയെടുത്ത് കളഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 7 മാസമായിട്ടുണ്ടാവും. പിന്നെ ഇതുവരെ അത് വീർത്ത് വന്നില്ല. പുള്ളി ആ ഒരു പഴയ 2 വർഷം മുമ്പുള്ള ഒരു അവസ്ഥയിലോട്ട് പോയി. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെയും പുള്ളി ഇത് മാറിക്കഴിഞ്ഞിട്ട് പിന്നെയും വന്നത് ഇതേ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ, കഫക്കെട്ട്, തുമ്മലൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു പുള്ളിക്ക് എന്താ ഇത് മാറിയിട്ട് വീണ്ടും ഈ ഒരു പ്രശ്നങ്ങളെന്ന് ഞാൻ വളരെ ആഴത്തിൽ ആലോചിച്ചത് അപ്പോഴാണ്. അപ്പോൾ ഇത്രയും കാലം പുള്ളിൻ്റെ വീർത്തിരുന്നത് മാത്രമേ ആലോചിച്ചുള്ളൂ. പക്ഷേ ഇത് വീണ്ടും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ് ഞാൻ വളരെ ഡീപ്പായിട്ട് ആലോചിച്ചത് എന്തുകൊണ്ടായിരിക്കും ഈ പ്രശ്നം. അപ്പോൾ ഞാൻ പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചു. പുള്ളി ഒരു IT പ്രൊഫഷണലാണ്. ഈ കോവിഡ് കഴിഞ്ഞ സമയം തൊട്ട് വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 വർഷം കൊണ്ട് പുള്ളി ജോലി ചെയ്യുമ്പോൾ 10 മണിക്കൂർ പുള്ളി ഏകദേശം 8 തൊട്ട് 10 മണിക്കൂർ ഇരുന്നാണ് ജോലി ചെയ്യുന്നത് വീട്ടിൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല. പിന്നെ ഇവർ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, ഓൺലൈനായിട്ട് ജോബ് ചെയ്യുന്ന സമയത്ത് ഇവരെ കമ്പനി നിഷ്കർഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്, ബ്രെഡ്,
കുക്കീസ് ഇതൊക്കെ മാത്രമേ കഴിക്കാവൂ. കാരണം കൈ കഴുകേണ്ട അവസരങ്ങൾ ഉണ്ടാക്കരുത്. അപ്പോൾ പുള്ളി കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ്, കുക്കീസ്, പിന്നെ ഈ പറയുന്ന പോലെ പുള്ളി ഒരു നട്ട്സൊക്കെ കഴിക്കുന്നത്, ഒരുപാട് കപ്പലണ്ടി കഴിക്കും. അപ്പോൾ ഞാനാകെ ഞെട്ടിപ്പോയി. കാരണം ഞാനിത് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല. കാരണം ഈ ഭക്ഷണത്തിൽ ഇങ്ങനെ ഒരു മാറ്റം പുള്ളി ഫോളോ ചെയ്യുന്നത് നമ്മളൊട്ടും പ്രതീക്ഷിക്കില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കെങ്കിലും പുള്ളി ഇങ്ങനെ ഈ ഫുഡ് കഴിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഞാൻ വന്ന് പുള്ളീൻ്റെ അടുത്ത്, നിങ്ങൾ ഈ പറയുന്ന ഭക്ഷണം, ബിസ്ക്കറ്റ് ഇതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പം ഏകദേശം ഒരു 3 മാസമായി, ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല. എന്നിട്ട് പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ പുള്ളി ഏകദേശം ഈ ഒരു 3 വർഷമായിട്ട് 10 കിലോ വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓവർ കാലറീസ് ഉള്ള ഫുഡ് ഒരിടത്ത് അനങ്ങാതിരുന്ന് കഴിക്കുമ്പോൾ ഫാറ്റ് കൂടുക മാത്രമല്ല, കഫമായിട്ടും അലർജിക്കായിട്ടുള്ള പ്രശ്നങ്ങളും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യമാണ്. നമ്മൾ ഈ നട്ട്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട്, പക്ഷേ അത് നമ്മളൊരു ക്വാണ്ടിറ്റി കൂടുതൽ കഴിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴേ ബദാമൊക്കെ ഒരു 3 ബദാം, 2 അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ കഴിക്കുക. ഇത് പുള്ളി ഒരു പിടിയൊക്കെ വാരി അങ്ങ് കഴിക്കുകയാണ് ഒരു സമയം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, അലർജിക് ആയിട്ടുള്ള പ്രശ്നങ്ങളും കഫം കൂടിയിട്ടുള്ള ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും വളരെ കൂടുതലാണ്. രണ്ടാമത് നമ്മൾ നോക്കേണ്ട വീണ്ടും വ്യായാമത്തിലോട്ട് വരികയാണ്. അപ്പോൾ ശരീരം അനങ്ങേണ്ടതിൻ്റെ ആവശ്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ പറയാം. അപ്പോൾ ഞാനൊരു 3 വർഷം മുമ്പ് ക്ലിനിക്കിൽ ഒരാൾ വന്നു. അയാൾ പ്രായം പറഞ്ഞൊരു 50 വയസ്സ് പറഞ്ഞു, 50-52 വയസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി കണ്ടു കഴിഞ്ഞാൽ ഒരു 40 വയസ്സൊക്കെ പറയുള്ളൂ. വളരെ ഫിറ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളീൻ്റെ കൈയും കാലും ഒക്കെ, കൈയൊക്കെ രാവിലെ എണീക്കുമ്പോൾ മടക്കാൻ പറ്റുന്നില്ല. പലർക്കും ഉണ്ടല്ലേ ആ പ്രശ്നം, കൈ മടക്കാൻ പറ്റുന്നില്ല, എണീക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, പിന്നെ ഒന്ന് നടന്നു കഴിയുമ്പോൾ ഇതൊക്കെ മാറും. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചാൽ പുള്ളി എന്താ ചെയ്യുന്നത് ചോദിച്ചു വന്നപ്പോൾ പുള്ളി പട്ടാളക്കാരനായിരുന്നു. റിട്ടയർഡായിട്ട് വന്നു, മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു, ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്തോ സെക്യൂരിറ്റി ആയിട്ടെങ്ങാണ്ട് ചെറിയ ജോലി അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചു വ്യായാമം എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞില്ല, വ്യായാമം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിക്ക് ചെറിയതായിട്ട് മെറ്റബോളിസം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മരുന്നുണ്ട് പറഞ്ഞിട്ട് വ്യായാമം ചെയ്യാൻ പറഞ്ഞു. പക്ഷെ കൃത്യം ഒരു 10 ദിവസം കഴിഞ്ഞ് പുള്ളി വന്നപ്പോൾ പുള്ളീൻ്റെ ഒരു 90% പ്രശ്നങ്ങൾ മാറി. കാരണം എന്താ, പുള്ളി അവരുടെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ശാരീരികമായിട്ട് നല്ല അധ്വാനമുള്ളവരാണ് ഈ പട്ടാളക്കാർ. അപ്പോൾ പെട്ടെന്ന് അതൊക്കെ നിർത്തിയപ്പോൾ ശരീരം ഇതാവുന്നില്ല. അപ്പോൾ പലർക്കും ഈ പ്രശ്നമുണ്ട്. നമ്മൾ ക്ലിനിക്കിൽ വരുന്ന സ്ത്രീകൾ പലരും ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ളവരാണ്. കാരണം നമ്മളിപ്പോൾ ജോലിയുണ്ട്, അടുക്കള ജോലിയുണ്ട്, സത്യമാണ്, നല്ല ജോലിയുണ്ട് അടുക്കളയിൽ. പക്ഷെ നമുക്കതിൽ ആയാസം എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ നിന്നുകൊണ്ട് കുറേ ജോലിയാണ്, കൈയും കാലും ഒക്കെ അനങ്ങുന്നേ ഉള്ളൂ അല്ലേ? അല്ലാണ്ട് നമുക്ക് മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, നമ്മൾ നിൽക്കുവാണ്. ശരിക്കും വെരിക്കോസാണ് വരാൻ സാധ്യതയുള്ളത് അല്ലേ? നിൽക്കുന്നതുകൊണ്ടുള്ള വെരിക്കോസിറ്റി മാത്രമേ വരുള്ളൂ, അല്ലാണ്ടുള്ള ആയാസം കുറവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വ്യായാമം അതിലൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ പിന്നെ മാനസിക സമ്മർദ്ദം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരും. നമ്മൾ ഈ ടീനേജേഴ്സിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സുള്ളവരാണ് അല്ലേ? ടീനേജേഴ്സ് ഭയങ്കര സ്ട്രെസ്സുള്ളവരാണ്. ഇപ്പോൾ പലരും ഈ പറയുന്ന പോലെ ഡിപ്രഷനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരും. അപ്പോൾ ഇവർക്ക് ഈ മാനസിക സമ്മർദ്ദം കൂടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരുപാട് ഭക്ഷണം കഴിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചിലർ ഭക്ഷണം കഴിക്കില്ല, പക്ഷേ മെജോറിറ്റി പേരും ഈ മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു പേഷ്യൻ്റ്, എൻ്റെ ഒരു റിലേറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചേച്ചിനെ ഒരു 2-3 കൊല്ലം മുമ്പ് കാണുമ്പോൾ ഒരു വളരെ നല്ല ഫിറ്റായിട്ടുള്ളൊരു മോഡൽ, അവരൊരു എന്താ പറയുക, ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ കാണുമ്പോൾ അവർ വളരെ ഒരു മോഡലിനെ പോലെ അത്രയും ലുക്കുള്ളൊരു ലേഡിയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാസം അവർ വന്നപ്പോൾ ഞാനൊക്കെ ഞെട്ടിപ്പോയി. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞാൽ ജയഭാരതിയൊക്കെ ഇരിക്കുന്ന പോലെ അത്രയും വണ്ണമുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി? അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഡിപ്രഷനായിരുന്നു. ഡിപ്രഷൻ കൂടിയപ്പം ഫുഡ് ഒരുപാട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഡിപ്രഷൻ കൂടുമ്പോൾ നമ്മുടെ ഈറ്റിംഗ് പാറ്റേൺസ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ കൊണ്ട് ഇതുകൊണ്ടുള്ള അസുഖങ്ങൾ വേറെയും, നമ്മൾ ഡിപ്രഷൻ കാരണം നമ്മുടെ ഈ പറയുന്ന ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാരണം വീണ്ടും ജീവിതശൈലി രോഗങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക്
അധികം പേര് സ്ത്രീകളല്ലേ. ഇനി സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം ഇപ്പം തീരും, ഒരു 5-10 മിനിറ്റിൽ തീരും. ഇവിടെ ഇരിക്കുന്ന കൂടുതൽ അമ്മമാരൊക്കെയാണ്. അപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്ത്രീകളാണ് നമ്മൾ ഈ സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഇപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ അച്ഛനില്ലായിരുന്നു, അപ്പോൾ അമ്മ പറയും ഇത് വളരെ അടങ്ങി ഒതുങ്ങിയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അടങ്ങി ഒതുങ്ങി ജീവിക്കണം, എല്ലാവരുടെ ബഹുമാനത്തിൽ മാത്രം സംസാരിക്കാവൂ, ആരെങ്കിലും വന്ന് അങ്ങനെ നമുക്ക് സാമൂഹികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വളരെ കൂടുതലുള്ളതാണ് സ്ത്രീകളല്ലേ. അപ്പം നമുക്ക് ആഗ്രഹങ്ങൾ പലപ്പോഴും നമുക്ക് പുറത്തോട്ട് പറയാനോ അല്ലെങ്കിൽ പുറത്ത് പറയാനും എക്സ്പ്രസ് ചെയ്യാനും പേടിയാണ് പലർക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ പലരും കല്യാണം ഒക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ഈ ഒരു പ്രശ്നങ്ങൾ കാരണം പ്രതികരിക്കാൻ പറ്റാതെ വരുന്നവരുണ്ട്. പലപ്പോഴും അവർക്കുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങളും പലപ്പോഴും തുറന്നു പറയാത്തത് കാരണം സ്ട്രെസ്സ് കൂടുന്നവരുണ്ട്. അവർ വീണ്ടും ജീവിതശൈലി രോഗങ്ങളിലോട്ട് പോവുകയാണ്. അപ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. അപ്പോൾ നമ്മൾ എല്ലാം നമ്മുടെ ഈ പറയുന്ന പോലെ ആഗ്രഹങ്ങളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം നമ്മൾ തുറന്നു പറയാൻ പഠിക്കണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളാണ് ഒരു വീട്ടിലെ മിക്ക സ്ഥലങ്ങളിലും സ്ത്രീകളാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, സ്ത്രീകളെ ശ്രദ്ധിച്ച് രാവിലെ എണീക്കുന്നു, കുക്ക് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, അലക്കുന്നു, തുടയ്ക്കുന്നു, ഇതെല്ലാം സ്ത്രീകൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെല്ലാം സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ചുകൂടെ ഉള്ളിടത്ത് സെർവൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആഹാരം കഴിക്കാൻ കൃത്യസമയം കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതൽ. അപ്പം നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ ഒരുപാട് സ്ത്രീകൾ വരാറുണ്ട്. അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് ഡോക്ടർ, രാവിലെ എണീറ്റ് ഇരിക്കാൻ വയ്യ, ഭയങ്കര ക്ഷീണമാണ്, ദേഹവേദനയാണ്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നോക്കുമ്പോൾ അവർക്ക് ബ്ലഡൊക്കെ ഭയങ്കര കുറവാണ്, പൾസ് ഭയങ്കര വീക്കായിരിക്കും, BP ഭയങ്കര ലോ ആയിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ ഭക്ഷണമൊന്നും കൃത്യമായിട്ട് കഴിക്കില്ല. എന്നിട്ട് അപ്പം ഞാൻ പറയും, നിങ്ങൾ ഭക്ഷണം ശ്രദ്ധിക്കണം. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല, ഭക്ഷണം വളരെ കുറവാണ് അവർ. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ ഈ പ്രോട്ടീൻസ് ഉള്ള പരിപ്പ്, കടല ഇതൊക്കെ കഴിക്കണം എന്ന് പറയും. അപ്പോൾ അവർ പറയും, അയ്യോ ഗ്യാസാണ് ഡോക്ടറെ, ഗ്യാസാണെന്ന് പറയും, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ മേലാന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ട് ഈ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു? സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റ് രാവിലെ ഈ കുട്ടികൾക്ക് പോകാനുള്ള കുക്കിങ്ങും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും ഈ രാവിലെ എണീക്കുന്ന സ്ത്രീകൾക്ക് കൃത്യമായിട്ടൊന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അവരൊന്ന് പിടിച്ചു വെക്കും. പലരും കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്, കുട്ടികളുടെ കാര്യം നോക്കുന്നതിനിടയ്ക്ക് ഒന്ന് മൂത്രം ഒഴിക്കണം, ഒന്ന് ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പലരും ഒന്ന് പിടിച്ചു വെക്കും, ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് ചോദിക്കും. അതൊക്കെയാണ് പ്രശ്നം. സ്ത്രീകൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഈ മലമൂത്ര വിസർജ്യങ്ങളൊന്നും തടഞ്ഞു വെക്കരുത്. നമുക്ക് കരയാൻ തോന്നുമ്പോൾ കരയണം. ഈ മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ അത് നമ്മൾ അന്നേരം എന്താണെങ്കിലും അത് അണച്ചിട്ടിട്ട് പോവുക, അതിനേക്കാളും വലുതൊന്നുമില്ല. നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരമാണ് ഏറ്റവും വലുത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ പരിപ്പ്, കടല, പയർ ഇതൊക്കെ ഡെയിലി കഴിക്കണം. പ്രോട്ടീൻസ് ഉള്ള ഫുഡ് നേരത്തെ കഴിക്കണം. ഇപ്പോൾ സ്ത്രീകൾ നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ 50-55 വയസ്സിൽ പീരിയഡ്സ് നിൽക്കുന്ന ഇപ്പം 40 വയസ്സ് തൊട്ട് മെനോപോസ് ഉണ്ട്. മെനോപോസിൻ്റെ സിംറ്റംസ് പീരിയഡ്സ് നിന്ന് കഴിയുമ്പോൾ നിൽക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് പ്രശ്നങ്ങൾ തുടങ്ങണം. ഒരുപാട് മെനോപോസ്, ആർത്തവ വിരാമത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. കാരണം ദേഹത്താകമാനം, ചൂട്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു പരിധി വരെ നല്ല ഭക്ഷണ ശൈലിയും ആരോഗ്യം ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഇപ്പം ഈ ആർത്തവ വിരാമമായിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ കൃത്യമായിട്ട് വൈദ്യസഹായം തേടുക എന്നുള്ളതാണ്. നമ്മളിത് ആരെടുത്ത് പറയാതെ വെച്ചുകൊണ്ടിരിക്കരുത്. അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളെയും നിയന്ത്രിക്കും. അതും ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ത്രീകളുടെ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഈ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ നോൺ സ്റ്റിക്ക്, പല ടൈപ്പിലുള്ള ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ള പാത്രങ്ങൾ, ഇതൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പാത്രങ്ങൾ സെലക്ട് ചെയ്യുക. എല്ലാ ദിവസവും കുറച്ച് നേരം നടക്കുക, വ്യായാമം ചെയ്യുക, ഒക്കെ ചെയ്യുക. TV സീരിയൽ കാണരുത്. അതാണ് എനിക്ക്. കാരണം അത് പറയാനുള്ള, ഇപ്പോൾ പറയണം എന്ന് തോന്നിയ മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പ്രമേഹത്തെക്കുറിച്ചാണ് എൻ്റെ തീസിസ്, ഞാൻ PG ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ TV സീരിയൽ കാരണം ശരിക്കും പ്രമേഹം പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയാണ്.
ഈ ടി വി സീരിയൽ കാണുമ്പോൾ നമ്മളൊരു അരമണിക്കൂറിൽ പല വികാരങ്ങളിലൂടെയാണ് കാണുന്നത്. ഒരാൾ നിലവിളിക്കുന്നു, ഒരാൾ ചിരിക്കുന്നു, എന്താ ചെയ്യുന്നത് നമുക്ക് അറിയില്ലല്ലേ ഈ സീരിയൽ. വല്ലാത്തൊരു ഇവരുടെ ഒരു സംഘർഷം നമ്മുടെ മനസ്സിലോട്ടും കയറുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സങ്കടം തോന്നുന്നു, കരയാൻ തോന്നുന്നു, ചിരിക്കാൻ തോന്നുന്നു ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഹോർമോൺ ലെവൽസ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇപ്പോൾ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ്, നമ്മൾ എന്തിനും തയ്യാറാവുന്ന രീതിയിലുള്ള ഹോർമോൺ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വരുമ്പോൾ ഷുഗർ ലെവലിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുറേ കാലം ഇത് നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ പ്രമേഹം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ കൂടെയുള്ളൊരു ഡോക്ടറിൻ്റെ അമ്മ പെട്ടെന്ന് ഷുഗർ കൂടി. അമ്മ ടീച്ചറായിരുന്നു, റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഷുഗർ കൂടി. അപ്പോൾ ആദ്യം എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡോക്ടർ ചെയ്യുന്നത്, ഞാൻ വീട്ടിൽ ചെന്ന് ടി വി എടുത്ത് വിറ്റു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഷുഗർ ലെവൽ നോർമലായി. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. ഈ പറയുന്ന നമ്മൾ കാണുന്നത് കേൾക്കുന്നതും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ നല്ല കാര്യങ്ങൾ വായിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം കാണുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതില്ലേ, ഇത്രയും ചൂടുള്ള സമയത്ത് ഈ അമ്മമാരെല്ലാം ഇവിടെ വന്നിരിക്കുന്നില്ലേ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ശാരീരികമായിട്ട്. പക്ഷേ ഇരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും അല്ലേ. നമുക്കൊരു വൈകിട്ടാവുമ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്നതിലും എന്തോ ഒരു സുഖം ഉണ്ടല്ലേ. ആ സുഖം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ മാത്രമല്ല, ആ മനസ്സിൻ്റെ ആയിട്ടുള്ള സുഖം ശരീരത്തിനും കിട്ടുന്നുണ്ട്. അപ്പം മാനസികമായിട്ടുള്ളൊരു സുഖമല്ല, മനസ്സിൻ്റെ സുഖം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെയും, ശരീരത്തിൻ്റെ സുഖം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക. ഈ ആരോഗ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയാത്തൊരു ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആരോഗ്യത്തെ പറ്റി പറഞ്ഞു, ജീവിതശൈലിയെ പറ്റി പറഞ്ഞു, ജീവിതശൈലി രോഗത്തെ പറ്റിയും അതിൽ നിന്ന് മുക്തി നേടാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇതിനകത്തൊരു പറയാത്തൊരു വേർഡ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടുള്ള പ്രകൃതി എന്ന് പറഞ്ഞ ഒരു വാക്കാണ്. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്നത് തൊട്ട് മരണം വരെ മാറ്റമില്ലാതെ നിൽക്കുന്നതെന്തോ അതാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോ ശരീരത്തിനും ഓരോ രീതിയിലാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരേ പ്രകൃതിയല്ല. ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവർക്കും ഈ 50 പേർക്ക് 50 പ്രകൃതിയാണ്. അപ്പോൾ ഓരോ പ്രകൃതി അനുസരിച്ചും നമുക്ക് ആരോഗ്യം വ്യത്യാസപ്പെടും, നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം വ്യത്യാസപ്പെടും. നമ്മുടെ ഈ പ്രകൃതി എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിന് അതിൻ്റേതായ ഒരു ശൈലിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രകൃതി അറിഞ്ഞ് നമ്മുടെ കഴിവനുസരിച്ച്, ഇപ്പോൾ ഓരോരുത്തരുടെയും ഡൈജസ്റ്റീവ് കപ്പാസിറ്റി വേറെ വേറെ അല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിനനുസരിച്ച്, നമ്മുടെ പ്രകൃതിക്കനുസരിച്ച് ഭക്ഷണം കഴിച്ച് വ്യായാമം ചെയ്ത് ആരോഗ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആയുർവേദത്തിൻ്റെ ദേവനായ ധന്വന്തരി എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചോളൂ. നമസ്കാരം.